ഈ ഒരു സദസ്സിൻ്റെ പുണ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. വാല കഴിഞ്ഞ് നമ്മൾ എണീറ്റിട്ട് പോവാണ്. അപ്പൊ അള്ളാഹു പറയും, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോയിക്കോളൂ, അള്ളാഹു നിങ്ങളുടെ സർവ്വ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറയും. ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോവാണല്ലേ, ഇതുവരെ ഇരുന്നത് കാരണം നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഓൺലൈൻ ആത്മീയ മജ്ലിസിൽ ഇതൊന്നും കിട്ടൂല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അംറുൻ ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, ഇതൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങളാണ്. പരസ്പരം ആശങ്കകളും പ്രയാസങ്ങളും ആവലാദികളും പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ പഴയ മടിയിൽ നിന്നും അലസതയിൽ നിന്നും സടകുടഞ്ഞെഴുന്നേറ്റ് സജീവമായ ഇത്തരം പരിപാടികളൊക്കെ വിജയിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമ്പാദ്യങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി എനിക്ക് സംസാരിക്കാനുള്ളത്. സമ്പാദ്യം ഹലാലാവണം, ശരീരം ആരോഗ്യമുള്ളതാവണം. ഹലാലായി സമ്പാദിക്കുന്നവർക്ക് അള്ളാഹു ആരോഗ്യമുള്ള ശരീരം നൽകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്ന ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ് ആഫിയത്ത്, ആരോഗ്യം. എല്ലാ ദിക്റുകളിലും, പ്രഭാത ദിക്റുകളിലും പ്രദോഷത്തിലുള്ള ദിക്റുകളിലും അള്ളാഹുവിനോട് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യത്തെ ചോദിച്ചുകൊണ്ടേയിരുന്നു. നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചു വാങ്ങണം എന്ന്. സല്ലല്ലാഹുൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആഫിയത്തുള്ള ശരീരമാണെങ്കിൽ, രാവിലെ ഉണരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ, വലിയൊരു നിഅമത്താണ് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആരോഗ്യത്തോടുകൂടി എണീക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. നബി തങ്ങളുടെ മറ്റൊരു ഹദീസുണ്ട്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരാണ് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവൻ. ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവൻ. വഹസുന അമലുഹു, ജീവിക്കുന്ന കാലമത്രയും നന്മ ചെയ്ത് ജീവിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, 60 വയസ്സായ ഒരു മനുഷ്യൻ മരിച്ചുപോയി, അതോടൊപ്പം 80 വയസ്സായ ഒരാളും മരിച്ചുപോയി. രണ്ടുപേരും ഒരുപോലെ അമല് ചെയ്തവരാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ആരാണ് മുൻപന്തിയിൽ ഉണ്ടാവുക? ആരായിരിക്കും അള്ളാഹുവിന്റെ കോടതിയിൽ മുൻപന്തിയിൽ ഉണ്ടാവുക? 80 വയസ്സുവരെ ഒരാൾ ജീവിച്ചു ആരോഗ്യത്തോടെ, വേറെ ഒരാൾ 60 വയസ്സുവരെ ജീവിച്ചു ആരോഗ്യത്തോടുകൂടെ. രണ്ടുപേരും മരിച്ചുപോയി, സ്വാഭാവികമായ മരണം. എങ്കിൽ ആരാണ് അള്ളാഹുവിന്റെ കോടതിയിൽ
ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്നത് ആർക്കായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരാൾ ആരോഗ്യത്തോടെ ഉണരുകയും ആമിനൻ ഫീ സിർബിഹി, സേഫ്റ്റി, ആമിൻ, നിർഭയത്വം ലഭിക്കുകയും ചെയ്താൽ, ആരോഗ്യം വേണം, നിർഭയത്വം വേണം, ഖൂതു യൗമി, അന്നത്തേക്കുള്ള ഭക്ഷണവും വേണം. അല്ലേ? നമ്മൾക്ക് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ അടുത്തത് സേഫ്റ്റിയാണ്, നിർഭയത്വം, അമ്ന്. അതേറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നമ്മൾക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല. ഭരിക്കുന്ന സർക്കാർ പൗരന്മാർക്ക് നൽകേണ്ടതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്, നിർഭയത്വം എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത്. സുരക്ഷിതത്വമില്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല. നാട്ടിൽ നിരന്തരമായ ഇന്റേണൽ ആയിട്ടുള്ള യുദ്ധങ്ങളാണ്, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, വർഗീയ ലഹളകളാണ്. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ പോലും സേഫായി കിടന്നുറങ്ങാൻ നമ്മൾക്ക് കഴിയില്ല, സമാധാനത്തോടെ ഉറങ്ങാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഓരോ ഗവൺമെന്റുകളും ഓരോ സർക്കാരുകളും പൗരന്മാർക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകേണ്ട ഒരു എന്താണ്, അവർക്ക് നൽകേണ്ട അവരുടെ അവകാശമാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം. ഇപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾക്ക് ലഭിച്ചാൽ, ഒന്ന് ആഫിയത്ത്, ആരോഗ്യം, അല്ലാഹു നമ്മൾക്ക് തരട്ടെ. രണ്ട് ആമിനൻ ഫീ സിർബി, നാട്ടിൽ നിർഭയത്വം, സമാധാനം, അതും അല്ലാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ, നാളേക്കുള്ളതല്ല, ഇന്ന് ഇശാ വരെയുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് ലഭിച്ചതുപോലെയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസ്, ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഇന്ന് 23 ആണ്, 24-ാം തീയതി ബ്രേക്ക്ഫാസ്റ്റ്, അത് നിങ്ങൾ ചോദിക്കരുത്. ഇന്നത്തെ ഡിന്നർ, അത് നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഇതുപോലെ കമാലം അസ്അൽക അമല ഗദിൻ, നാളത്തെ അമലുകൾ ഞാൻ നിന്നോട് ഇന്ന് ചെയ്യാൻ പറയുന്നില്ലല്ലോ. അല്ലാഹു പറയാൻ, നാളത്തെ സുബഹി നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? നാളെ നിങ്ങൾക്ക് കോഴിക്കോട് പോകണം, അപ്പൊ നിങ്ങൾക്ക് എന്ത് നിസ്കരിക്കാൻ സമയം കിട്ടൂല. അതുകൊണ്ട് നാളത്തെ ളുഹർ ഞാൻ ഇന്ന് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇല്ല. എന്തുകൊണ്ട്? നാളത്തെ നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അടുത്ത വർഷത്തെ ഹജ്ജ് ഈ വർഷം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അടുത്ത റമദാനിലെ നോമ്പ് ഞാൻ ജീവിച്ചിരിക്കുമോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഈ മാസം തന്നെ ഞാൻ 30 നോമ്പ് നോക്കി തീർക്കട്ടെ എന്നൊരാൾ തീരുമാനിച്ചു. നോമ്പ് സ്വഹീഹല്ല, അയാളോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടില്ല. അതേപോലെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നാസ്ത അല്ലാഹുവിനോട് ചോദിക്കാൻ പാടില്ല, നാളത്തെ ലഞ്ചും ചോദിക്കാൻ പാടില്ല, ഡിന്നറും ചോദിക്കാൻ പാടില്ല. പിന്നെയല്ലേ ഒരു പെൺകുട്ടി ജനിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശങ്ക, ടെൻഷൻ, അടുത്തതും പെണ്ണാണോ എന്നുള്ളൊരു ആശങ്ക. എന്തിന്? 18 വർഷം കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് 18 വർഷം മുമ്പേ നിങ്ങൾ ആശങ്കയോടെ ജീവിക്കാൻ. 18 വർഷം അപ്പുറത്തുള്ള കഥയാണ് കല്യാണം. അതുവരെ ആരൊക്കെ ജീവിച്ചിരിക്കും? ഈ മകളുണ്ടോ, ഞാനുണ്ടോ,
ഈ ഭൂമി തന്നെയുണ്ടോ എന്ന് നമ്മൾക്കറിയില്ല. ആ 18 വർഷം ശേഷമുള്ളതിനെ കുറിച്ച് ഇന്ന് തന്നെ നമ്മൾ വ്യാകുലപ്പെട്ട് വിഷമത്തോടെ നിൽക്കാണ്. അടുത്തതും പെണ്ണാണോ, 4 ആയില്ലേ, ഇനിയും പെണ്ണാണോ? ചോദിക്കണ്ട, ആശങ്കപ്പെടുകയും വേണ്ട, ഇന്നത്തത് ചോദിക്കൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഇതുപോലെ നാളത്തെ അമല് നിങ്ങളോട് ചോദിക്കാത്തതുപോലെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ അല്ലാഹു നമ്മൾക്ക് തന്നാൽ ആഫിയത്തോടുകൂടിയുള്ള പ്രഭാതം, സുരക്ഷിതമായ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം, ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ദുനിയാവിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നിങ്ങളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ലഭിക്കുന്ന നിഅമത്തുകളിൽ, നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഫിയത്താണ്, ആരോഗ്യമാണ്. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് യഖീനിന്റെ ശേഷം, യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ലഭിച്ചതിന് ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ആഫിയത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ലഭിച്ചതിന് ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? നമ്മളൊക്കെ മുസ്ലിമായതിൽ സന്തോഷിക്കുന്നവരാണ്, അല്ലെ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന നിഅമത്ത് എനിക്ക് നീ തന്നുവല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണ്. മുസ്ലിമാവാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിഅമത്ത് എന്ന് പറയുന്നത്, രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആഫിയത്താണ്, ആരോഗ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമ്മോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ആരോഗ്യം തന്നില്ലയോ, ആ ആരോഗ്യത്തെ നീ എങ്ങനെ നഷ്ടപ്പെടുത്തി എന്ന് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ്. അലം നുസഹി ബദനക്, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ, നിന്റെ ശരീരത്തിന് ഞാൻ ആഫിയത്തിനെ തന്നില്ലേ എന്ന് അല്ലാഹു നാളെ ചോദിക്കുമെന്നാണ്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ മഹ്ശറാലോകത്ത് അല്ലാഹു തആല ഓരോ മനുഷ്യനോടും അവന് നൽകിയ നിഅമത്തുകളെ, അവന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് തന്ന നിഅമത്തുകളെ അല്ലാഹു ചോദിക്കും. ഏതാണ് ആ നിഅമത്ത് എന്നറിയോ? അലം നുസഹി ബദനക്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അപ്പൊ ഈ ആരോഗ്യത്തെ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയാലോ നമ്മൾ കുറ്റക്കാരാണ്. ഏതുപോലെ ളുഹർ നിസ്കാരം ഖളാ ആക്കുന്നവൻ അല്ലാഹുവിന്റെ അടുത്ത് കുറ്റക്കാരനാകുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹു തന്ന ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിയാൽ അതേപോലെ അല്ലാഹുവിന്റെ കോടതിയിൽ അയാൾ കുറ്റക്കാരനാണ്. സുബഹി നിസ്കാരം നമ്മൾ ഉറങ്ങിക്കൊണ്ട് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരവാദിയാകുന്നത് പോലെ അല്ലാഹു തന്ന നമ്മുടെ ശരീരത്തെ മയക്കുമരുന്നും കള്ളും കഞ്ചാവും ലഹരിയും അമിതമായ ഭക്ഷണവും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചാൽ, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നശിപ്പിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു നാളെ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരും. അലം നുസഹി ബദനക്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നിട്ട് എന്തേ നിന്റെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കാത്തത് എന്ന് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ശൈഅൻ അസ്അലുല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനോട് ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരുമോ? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ,
അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. നിങ്ങൾ ദുആർക്കാറുണ്ടോ? പടച്ചോനോട്, പടച്ചോൻ എനിക്ക് ആരോഗ്യം തരണേ, മരിക്കുന്നത് വരെ ആരോഗ്യം നൽകണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച ശക്തി, ചെവിയുടെ കേൾവി ശക്തി, മറ്റുള്ള അവയവങ്ങളുടെ ആരോഗ്യം അല്ലാഹുവേ മരണം വരെ നീ നിലനിർത്തണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആവശ്യപ്പെടുന്നത് സലില്ലാഹൽ ആഫിയ, നീ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. ഫമകസ്തു അയ്യാമൻ, പിന്നെ ഞാൻ നബി തങ്ങളിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും നബി തങ്ങളെ കാണാൻ പോയി. സുമ്മ ജിഅ്തു, പിന്നെ ഞാൻ നബി തങ്ങളോട് വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കാൻ വല്ലതും എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് ഞാൻ പിന്നെപ്പോഴോ കണ്ടപ്പോൾ നബി തങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞത്, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, അബ്ബാസ് എന്നവരെ, സലില്ലാഹൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം അബ്ബാസ് എന്നവരെ. ഒരു തവണ പറഞ്ഞു, പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നബി തങ്ങളോട് ഒരു ദുആ പഠിപ്പിച്ചരോ എന്ന് ചോദിച്ചപ്പോ വീണ്ടും നബി തങ്ങൾ പറഞ്ഞത് സലില്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. ഒരിക്കൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മർറ ബിഖൗമിൻ മുബ്തലീന, അല്ലാഹുവിന്റെ പരീക്ഷണം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സമുദായത്തിന്റെ ഒരു കൂട്ടം ആളുകളുടെ സമീപത്തുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയി. അപ്പൊ നബി തങ്ങൾ അല്ലാഹുവിന്റെ പരീക്ഷണം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോ നബി തങ്ങൾ അവരോട് ചോദിച്ചു, അമാ കാന ഹൗലാഇ യസ്അലൂനൽ ആഫിയ, ഈ വിഭാഗം അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുന്നില്ലേ? രോഗികളായി പരീക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ നബി തങ്ങൾ നടന്നുപോയപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്റെ ഈ കൂട്ടം അല്ലാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചുകൂടായിരുന്നോ ഇവർക്ക്? അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചുകൂടായിരുന്നോ ഇവർക്ക്? ആഫിയത്തിനെ ചോദിച്ചുകൂടായിരുന്നോ ഇവർക്ക് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നൊരു ഹദീസുണ്ട്, ലൗ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ, നബിയേ ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ അലിംതു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഏതു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, കാന അക്സറു ദുആഇ ഫീഹാ, ആ ലൈലത്തുൽ ഖദറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ എനിക്ക് നീ അഫ്വിനെ തരണേ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്തിനെ തരണേ എന്ന് ഞാൻ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ദുആ ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ജീവിതത്തിൽ ഒരു ഗുളിക പോലും കഴിക്കാത്ത ആരെങ്കിലും സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കേൾക്കും. ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാത്തവർ, ഹോസ്പിറ്റലിൽ പോവാത്തവർ, ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്യപ്പെടാത്തവർ ഇല്ലേ? എല്ലാവരും ഹോസ്പിറ്റലിൽ പോയവരാണ്, എല്ലാവരും മരുന്ന് കുടിച്ചവരാണ്. ഭക്ഷണം പോലെ മരുന്ന് കുടിക്കുന്നവരുണ്ടോ? ഭക്ഷണം പോലെ മരുന്ന് കഴിക്കുന്നവർ, ഒരു നേരം തന്നെ 4ഉം 5ഉം ഗുളിക കഴിക്കുന്നവർ. ഗുളിക കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന ആളുകൾ ചിന്തിക്കുക. സത്യത്തിൽ കഴിക്കേണ്ട ഗുളികകളൊക്കെ എല്ലാ ഗുളികകളും കഴിക്കണം എന്നില്ല കേട്ടോ. കഴിക്കേണ്ട ഗുളികളൊക്കെ കഴിക്കണം. ഗുളിക കഴിക്കാതെ ജീവിക്കാനും പാടില്ല, വേറെ വിഷയമാണ്. രോഗമുള്ള ആളുകൾ, അതും തെറ്റാണ്. പക്ഷേ എല്ലാ ഗുളികകളും ഇങ്ങനെ വാരി വലിച്ച് തിന്നാനും പാടില്ല. ഏത് കഴിക്കണം, എന്തൊക്കെ കഴിക്കണമെന്ന് വിശ്വസ്തരായ ഡോക്ടർമാരുമായി സംസാരിച്ചിട്ട് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുന്നത് പോലെ ഗുളിക കഴിക്കരുത്. ആയിഷ ബീവി പറയാൻ, ലൈലത്തുൽ ഖദർ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, ഞാൻ അല്ലാഹുവിനോട് അഫ്വിനെയും ആഫിയത്തിനെയും ചോദിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്താ അഫ്വ് എന്ന് പറഞ്ഞാൽ? അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താ?
അറിയുന്നവർക്ക് അഫു എവിടെ സംസാരിച്ചോളിട്ടോ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോദിച്ചാൽ മറുപടിയൊക്കെ പറയാം. ഞാൻ സലാം പറഞ്ഞിട്ട് ഇങ്ങാരും മടക്കിയിട്ടില്ല, അത് വേറെ വിഷയമാണ്. എന്താ അഫു എന്ന് പറഞ്ഞാൽ? അഫു വേറെ, മഗ്ഫിറത്ത് വേറെയാണ്. അഫുവിന്റെ അർത്ഥം മാപ്പ് എന്നാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നാണ്. പക്ഷെ അഫു വേറെയാണ്, മഗ്ഫിറത്ത് വേറെയാണ്. ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തുതാ റബ്ബേ. കള്ളു കുടിച്ചു ഒരാൾ, കള്ളു കുടിച്ചിട്ട് ഒരാൾ പഠിച്ചോനോട് കുറ്റബോധം വന്നു, കഞ്ചാവടിച്ചു, മയക്കുമരുന്ന്, MDMA കാലാണിത് അല്ലേ? MDMA എന്തൊക്കെ പേരാണ് പഠിച്ചോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. LGBTQ കേട്ടിന് നിങ്ങൾ? പഠിച്ച് കേട്ടിട്ടില്ലേ? അതൊക്കെ ഇനി കേൾക്കാൻ പോവാണ്. ABCD മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, LGBTQ ഒന്നും കേട്ടിട്ടില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കും. അതൊക്കെ ഇങ്ങനെ സർവ്വസാധാരണയായിട്ട് കേൾക്കാൻ പോകുന്ന അക്ഷരങ്ങളാണ്. എന്താ പറഞ്ഞത്? അഫു എന്താണ്, മഗ്ഫിറത്ത് എന്താണ്? ഒരാൾ കള്ളു കുടിച്ച് അല്ലാഹുവിനോട് കുറ്റബോധത്തോടുകൂടി പൊരുത്തം ചോദിക്കുകയാണ് പടച്ചവനോട്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു താ റബ്ബേ, ഞാൻ ഇനി കുടിക്കൂല, ഞാൻ ഇനി കഞ്ചാവടിക്കൂല, ലഹരി ഉപയോഗിക്കൂല. ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്തു, അല്ലാഹു പുറത്തു കൊടുത്തു. എങ്കിൽ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിലെത്തി കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദ് എന്ന് വിളിച്ച് അയാളോട് തെറ്റൊക്കെ വായിക്കാൻ പറയും. 4 ദിവസം കള്ളു കുടിച്ചു. ഇതൊക്കെ വായിക്കുമ്പോൾ അയാൾ പേടിച്ച് ഉരുകി ഒലിക്കും. എന്തേ? ഞാൻ ചെയ്ത തെറ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് അല്ലാഹു അയാളോട് പറയുന്നത്, നീ ദുനിയാവിലത് മറച്ചു വെച്ചതു കാരണത്താൽ, ആരോടും പറയാതെ, ആരാരും അറിയാതെ എന്നോട് മഗ്ഫിറത്ത് ചോദിച്ചത് കാരണത്താൽ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുകയാണ്. അതിന്റെ പേരിൽ നീ പേടിക്കണ്ട. തെറ്റവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നിനക്ക് ഞാൻ മാപ്പ് തന്നു. ഒരു പേടിക്കും, ഒരു കാളലുണ്ടാകും. ആരാ പേടിക്കാത്ത? മഹ്ശറിലെത്തി നമ്മുടെ തെറ്റുകളൊക്കെ കാണുമ്പോൾ ഈ തെറ്റിന്റെ പേരിലൊക്കെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് ആർക്കാ പേടിയില്ലാത്ത? എന്നാൽ അഫു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പടച്ചോനെ എനിക്ക് നീ അഫവ് തരണേ പടച്ചോനെ, എനിക്ക് നീ മാപ്പ് തരണേ പടച്ചോനെ എന്നൊരാൾ അഫവിന് വേണ്ടി ദുആ ചെയ്തു. കള്ളു കുടിച്ചൊരു മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു എങ്കിൽ നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ അയാളുടെ തിന്മയുടെ ഏടെടുത്തു നോക്കുമ്പോ ഇയാൾ കുടിച്ച കള്ളവിടെ ഉണ്ടാവില്ല, ഇയാൾ ചെയ്ത തെറ്റിന്റെ എഴുത്തവിടെ ഉണ്ടാവില്ല, രേഖ അവിടെ ഉണ്ടാവില്ല. രേഖ തന്നെ അല്ലാഹു മായ്ച്ചു കളയുന്ന. അതാണ് അഫവ് എന്ന് പറഞ്ഞാൽ. രണ്ടും പാപമോചനം തന്നെയാണ്. മഗ്ഫിറത്ത് കൊണ്ട് അതിൻ്റെ കറ അവിടെ ബാക്കിയുണ്ടാകും. അഫവ് ലഭിച്ചാൽ കറ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് അഫവാണോ വലുത്, മഗ്ഫിറത്താണോ വലുത്? ഏതാ വലുത്? അഫവാ വലുത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഏതാണെന്ന് അറിഞ്ഞാൽ എന്ത് ദുആ ചെയ്യണമെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവനെയും മാപ്പിനെയും നിനക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്ക് അഫ്വ് നൽകണേ എന്ന ദുആഇനെ വർദ്ധിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അഫ്വിനെ ചോദിക്കാൻ. ലൈലത്തുൽ ഖദ്ർ ദുആഇന് ഉത്തരമുള്ള രാത്രിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഗ്ഫിറത്തിനേക്കാളും പ്രാധാന്യമുള്ളത് അഫ്വിനാണ്. അല്ലാഹു അഫ്വ് തന്നാൽ ഒരു തെറ്റ് പോലും നമ്മുടെ ഏടിലുണ്ടാവില്ല. തെറ്റ് ഏടുകളിൽ ഇല്ലെങ്കിലുള്ള ഉപകാരം എന്താണ്? നമ്മുടെ തെറ്റുകൾ ഏടുകളിൽ ഇല്ലെങ്കിലുള്ള ഉപകാരം എന്താണ്? നിങ്ങൾ പറയും, ആലോചിച്ചിട്ട് പറയും. എന്താണ്? രണ്ട് മനുഷ്യന്മാരുണ്ട്, രണ്ടാൾ ഒരുപോലെ ജീവിച്ച ആളാണ്. ഒരാൾക്ക് അഫ്വ് കിട്ടി, ഒരാൾക്ക് മഗ്ഫിറത്ത് കിട്ടി. ഈ രണ്ടാളുകളും മഹ്ശറയിലെത്തിയാൽ രണ്ടാളുകളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അഫ്വ് ലഭിച്ച മനുഷ്യന് ഹിസാബ് ഉണ്ടാവില്ല. അഫ്വ് ലഭിച്ച മനുഷ്യന് ഹിസാബ് ഉണ്ടാവില്ല, ചോദ്യം ഉണ്ടാവില്ല. എന്നാൽ മഗ്ഫിറത്ത് ലഭിച്ച മനുഷ്യന് ഹിസാബ് ഉണ്ടാവും, അയാൾ രക്ഷപ്പെടുമെങ്കിലും. ഹിസാബ് ഉണ്ടാവും, പക്ഷെ അയാൾ രക്ഷപ്പെടും. ഹിസാബ് ഉണ്ടാവും. നമ്മൾ അല്ലാഹുവിനോട് എന്താ ദുആ ചെയ്യുന്നത്? പടച്ചവനെ ഹിസാബില്ലാത്ത, അദാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാഹ് എന്നാ നമ്മൾ ദുആ ചെയ്യാറുള്ളത്. നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ അല്ലാഹു കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്,
ആരാണോ ഈ കൂട്ടത്തിൽ ആരുടെ പ്രതിഫലമാണോ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് അവരെണീറ്റ് നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അല്ലാഹു പറയുമ്പോ ഫലാ യഖൂമു ഇല്ലാ മൻ അഫാ, ആരാണോ ദുനിയാവിൽ ജനങ്ങൾക്ക് മാപ്പ് നൽകിയത് അവര് മാത്രമാണ് ആ സദസ്സിൽ നിന്നെണീറ്റ് ഹിസാബില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഫ്വ് കിട്ടാനുള്ള വഴി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല, നമ്മൾ അഫ്വ് കൊടുക്കുന്നവരാവുക എന്നുള്ളതാണ്. അഫ്വ് കിട്ടാൻ വഴി എന്താണ്? അള്ളാഹു ഹിസാബില്ലാത്ത സ്വർഗം തരാനുള്ള വഴി എന്താണ്? നമ്മൾ അള്ളാഹിനോട് കുറെ അഫ്വിനെ ചോദിക്കലല്ല, അത് ചോദിക്കണം. അത് മാത്രമല്ല, നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളോട് പ്രതികാരം വീട്ടാതെ അവരോട് പ്രതികാരം വീടുകയോ അടിക്കുകയോ ദേഷ്യപ്പെടുകയോ തിരിച്ചടിക്കുകയോ തിരിച്ചു കേസ് കൊടുക്കുകയോ ചെയ്യാതെ ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും അഫ്വ് ചെയ്യാം. കുടുംബത്തിലുള്ളവർ, അയൽവാസികൾ, നാട്ടുകാർ, ചങ്ങാതിമാർ ഒരുപാട് കടം വാങ്ങി തിരിച്ചു തരാത്തൊരു മനുഷ്യനുണ്ട്, നിനക്ക് ആഖിറത്തിൽ വെച്ച് കാണാം എന്ന് പറയുന്നതിന് പകരം നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാം. എന്തെങ്കിലും വീട്ടിൽ നിന്നൊരാൾ അടിച്ചുമാറ്റി കൊള്ളയടിച്ചു കൊണ്ടുപോയാൽ അയാളോട് ഇതിനെ ചോദ്യം ചെയ്ത് നാളെ ആഖിറത്തിൽ കാണാമെന്ന് പറയുന്നതിന് പകരം ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ടു, നീ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതാണ് അഫ്വ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയപ്പോ നബി തങ്ങളെയും സഹാബാക്കളെയും ആട്ടിയോടിച്ച ഒരു വിഭാഗമാണ് മക്കയിലുള്ളത്. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമം നടത്തിയ ആളുകളാണ് അവിടെയുള്ളത്. അവരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇദ്ഹബൂ വഅൻതും മുത്ലഖാ, നിങ്ങൾ പോയിക്കോളൂ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളിൽ നിന്ന് ആരോടും ഞാൻ പ്രതികാരം എടുക്കുന്നില്ല, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, പോയിക്കോളി. അങ്ങനെയാണ് അഫ്വ് എന്ന് പറയുന്നത്. ആ അഫ്വ് നൽകാൻ നമ്മൾക്ക് കഴിയണം. കഴുത്തെറുക്കാൻ വന്നവനെ ഒന്നും ചെയ്യാതെ തിരിച്ചയക്കുന്ന അഫ്വ്, കേസ് കൊടുത്തവനെ തിരിച്ച് കേസ് കൊടുക്കാതെ തിരിച്ചയക്കുന്ന അഫ്വ്, അടിച്ചിട്ടും തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടായിട്ടും അടിക്കാതെ മാപ്പ് നൽകാനുള്ള കഴിവ്, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപകീർത്തിപ്പെടുത്തി നിങ്ങൾക്കെതിരെ നിരന്തരമായ വേട്ടയാടലുകൾ നടത്തിയിട്ടും അയാൾക്കെതിരെ എന്ന ഒരു വാക്ക് പോലും പ്രതികരിക്കാതെ നിരുപാധികം മാപ്പ് നൽകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹിസാബില്ലാത്ത സ്വർഗ്ഗം അല്ലാഹു നിങ്ങൾക്ക് തരും. അതാണ് അഫ്വ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഫഅഫു, നിങ്ങൾ മാപ്പ് നൽകുകയും, നിങ്ങൾ മാപ്പ് നൽകിയാൽ അല്ലാഹു നിങ്ങൾക്ക് അഫ്വ് നൽകുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആയിഷ ബീവി പറയാൻ ലൈലത്തുൽ ഖദ്ർ ഏതാണെന്നറിഞ്ഞാൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ എനിക്ക് നീ അഫ്വിനെ തരണേ അല്ലാ, എനിക്ക് നീ ആഫിയത്തിനെ തരണേ അല്ലാ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരാളെ സന്ദർശിച്ചു. അയാളാണെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹുവേ അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ, അല്ലാഹുവേ എനിക്ക് നീ ദുനിയാവിൽ ശിക്ഷ തരല്ലേ, എന്റെ ശിക്ഷയെ നീ ആഖിറത്തിൽ തരാതെ എനിക്ക് നീ ദുനിയാവിൽ വെച്ച് ശിക്ഷ തരണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാളെ കാണാനിടയായി. എനിക്ക് ആഖിറത്തിൽ തരാനുള്ള ശിക്ഷ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ തരണം. അങ്ങനൊന്നും ദുആ ചെയ്യരുത് കേട്ടോ. എനിക്ക് നീ ആഖിറത്തിൽ തരാൻ വിചാരിച്ച ശിക്ഷകൾ അല്ലാഹുവേ ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കാതെ ദുനിയാവിൽ വെച്ച് തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാളെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാനിടയായി. فقال النبي صلى الله عليه وسلم, നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്താ ഈ മനുഷ്യൻ ചെയ്യുന്നത്? ഇന്നക ലാ തതൂഖു, നിനക്ക് സാധിക്കില്ല മോനെ ഇത്. അഫലാ കുൻത തഖൂൽ, നിനക്ക് അല്ലാഹുവിനോട് പറഞ്ഞുകൂടെ അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന,
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ നൽകണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. ഇതാണ് ഏറ്റവും നല്ല ദുആ. പണക്കാട് സയ്യിദന്മാരൊക്കെ ഈ ദുആയെ ചിലപ്പോൾ ദുആർക്കുന്നുണ്ടാവുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ പലപ്പോഴും ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم. അത് മതി. ഈ ദുആയിലെല്ലാം ഉണ്ട്. ഈ ദുആ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള, എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പരിപൂർണമായ പ്രാർത്ഥനയാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിലുള്ള നന്മകളേത്? വീട്, വണ്ടി, ആരോഗ്യം, നല്ല ഭാര്യ, നല്ല സമ്പാദ്യം, നല്ല കുടുംബം, നല്ല സന്തോഷം, ഇതൊക്കെ ദുനിയാവിലുള്ള നന്മയാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, പടച്ചോനെ ദുനിയാവിലുള്ള സകല നന്മകളും എനിക്ക് നീ തരണേ. ആഖിറത്തിലുള്ള നന്മ എന്താണ്? ഹിസാബില്ലാത്ത സ്വർഗം, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൽ, മീസാനിൽ രക്ഷപ്പെടൽ, സിറാത്തിൽ രക്ഷപ്പെടൽ. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ നന്മ തരണം എന്ന പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചൂടെ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, എന്റെ അയാൾക്ക് അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നന്മ നൽകണം റബ്ബേ, ആഖിറത്തിലും എനിക്ക് നന്മ നൽകണം റബ്ബേ എന്ന് ദുആ ചെയ്തുകൂടെ? വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളോട് ആവശ്യപ്പെടുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹാറൂൺ റഷീദ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാറൂൺ റഷീദ് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ച പ്രഗത്ഭനായ ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ്. ആ ഹാറൂൺ റഷീദിന് ഒരു ഡോക്ടറുണ്ട്, ക്രൈസ്തവനായൊരു ഡോക്ടർ. അദ്ദേഹം അലി ഇബ്നുൽ ഹസൻ എന്ന് പറയുന്ന ഒരാളോട് പറഞ്ഞു, ലൈസ ഫീ കിതാബികും മിൻ ഇൽമി തിബ്ബി ഷൈഅൻ, നിങ്ങളുടെ ഖുർആനിൽ മെഡിസിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങളുടെ ഖുർആനിൽ ആരോഗ്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. വൽ ഇൽമു ഇൽമാൻ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇൽം എന്ന് പറയുന്നത് രണ്ട് ഇൽമാണ്. ഒന്ന് ഇൽമുൽ അദിയാൻ, രണ്ട് ഇൽമുൽ അബ്ദാൻ. രണ്ട് ഇൽമാണ്. മതങ്ങളെ കുറിച്ച്, ശരീരത്തെ കുറിച്ച് ഒന്ന് ആരോഗ്യശാസ്ത്രം, പിന്നൊന്ന് മതത്തെ കുറിച്ചുള്ള പഠനം. അങ്ങനെ രണ്ട് ഇൽമാണ്. ഇവിടെ നോക്കുമ്പോ നിങ്ങളുടെ ഖുർആനിൽ ആരോഗ്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നാല് പറഞ്ഞു? ക്രൈസ്തവനായ ഡോക്ടർ, ഹാറൂൺ റഷീദിന്റെ ഡോക്ടറാണ്. അവർക്കൊക്കെ ഒരു ഡോക്ടർ ഉണ്ടാകും കൊട്ടാരത്തിൽ. ബഹുഭൂരിഭാഗം ഭരണാധികാരികളുടെയും ഡോക്ടർ ഒന്നുകിൽ ക്രിസ്ത്യൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ജൂതന്മാരായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ മഹാനായ അലി ഇബ്നു ഹസൻ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുർആനിൽ അങ്ങനെയുണ്ടല്ലോ, ഖുർആനിലുണ്ടല്ലോ ആരോഗ്യത്തെ കുറിച്ച്. ഖുർആനിലുണ്ട്, ഖദ് ജമഅല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയ. 6000 ചില്ലാനം ആയത്തുകളിൽ 6000 ചില്ലാനം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ടായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആരോഗ്യത്തെ പറയാൻ ഒരു അര ആയത്താണ് ഉപയോഗപ്പെടുത്തിയത്. അര ആയത്ത്. 6000 ചില്ലാനം ആയത്തുകളിൽ അര ആയത്ത്. 1000 കോഴിക്ക് അരക്കാടാന്ന് അറിയില്ലേ അല്ലേ? സ്കൂളിലേക്ക് പോകുമ്പോ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് 8 കാടമുട്ടൊക്കെ കൊടുത്തേക്കുന്ന ഉമ്മമാരുണ്ട്. 9 കാടമുട്ട. നമ്മളൊക്കെ പണ്ടേ കേട്ടു തുടങ്ങിയത് എന്താണ്? 1000 കോഴിക്ക് അരക്കാടാന്നാണ്. അപ്പൊ ഈ 9 കാടമുട്ടാകുമ്പോ എത്ര കോഴിമുട്ട തിന്നത് പോലെയാവും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതൊക്കെ നമുക്ക് വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാ. പാരന്റ്സ് കൊടുത്തേക്കാണ് ടിഫിനിലെ സ്നാക്സിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ലഞ്ചിനും ഇല്ല, ഒരു 11 മണിക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൊടുക്കാണ്ട് 9 കാടമുട്ട. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കുട്ടിയെ ആരോഗ്യമുണ്ടാക്കി നല്ല ആരോഗ്യമുള്ള കുട്ടിയാക്കി മാറ്റും. അത് തെറ്റാണ്. നിങ്ങളുടെ കുട്ടി രോഗിയായി മാറും, നിങ്ങളുടെ കുട്ടി അസുഖബാധിതനായി മാറും. ഒരു 3 കൊടുക്കാം മാക്സിമം പോയാൽ. 9 പോകരുത്.
തിന്നരുത് എന്ന് പറയണം. ചില സമയത്ത് തീറ്റയ്ക്ക് പോലും ലിമിറ്റ് വെക്കണം. ചില സ്ഥലത്ത്, ചില സമയത്ത്, ചില പ്രായത്തിലൊക്കെ തീറ്റയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. പറയാം, വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ മഹാനായ അലി ഇബ്നു ഹസൻ എന്നവർ ആ ക്രൈസ്തവനോട് പറഞ്ഞ മറുപടി 6000 ചില്ലാനം ആയത്തുകളിൽ അല്ലാഹു തആല ആയത്താണ് ആരോഗ്യത്തെ പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഏതാണ് ആ ആയത്ത് എന്നറിയോ? ഇതിലെല്ലാം ഉണ്ട്. ഈ ആയത്ത് കേട്ടാൽ, ഈ ആയത്തിനനുസരിച്ച് ജീവിച്ചാൽ ആ മനുഷ്യനൊരു രോഗം വരില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ആയത്ത്? നിങ്ങൾ എത്ര കൊല്ലമായി ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട്? ഇങ്ങനൊരു ആയത്ത് നിങ്ങൾ ഖുർആനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയത്ത്. ആ ആയത്ത് ശ്രദ്ധിച്ചാൽ ഒരു അസുഖവും വരില്ല. അതാണ് മെഡിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഖുർആനിലുള്ളത്. ഏതാണെന്നറിയോ? സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ ആയത്താണത്. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. അതിന്റെ അർത്ഥം അറിയോ? കുലു എന്താ? കുലു എന്ന് പറഞ്ഞാൽ അക്കിൽ. കുലു തിന്നണം. എങ്ങനെ? കുലു എന്ന് പറഞ്ഞാൽ തിന്നണം. വശ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കണം. അടുത്തതാണ് മരുന്ന്. വലാ തുസ്രിഫു, അമിതമാവരുത്. അതാണ് മരുന്ന്. 9 കാടമുട്ട വേണ്ട, 3 മതി. കുലു തിന്നണം, വശ്റബു കുടിക്കണം, വലാ തുസ്രിഫു അമിതമാവരുത്. ഇതാണ് ഖുർആനിൽ മെഡിസിനെ കുറിച്ച് പറഞ്ഞത്, മരുന്നിനെ കുറിച്ച് പറഞ്ഞത്. ഈ ഒരു ആയത്ത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളും നിങ്ങളും ജീവിച്ചാല് മരണം വരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന രീതിയിലുള്ള രോഗമല്ലാതെ ഭക്ഷണം കൊണ്ടുള്ള അസുഖം ഉണ്ടാവില്ല. ഇന്നത്തെ ഓൾമോസ്റ്റ് രോഗങ്ങളും നമ്മുടെ ഭക്ഷണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഒരു മനുഷ്യന് അസുഖം വരുന്നത് ബിമാ കസബത് ഐദിൻ നാസ്, അയാൾ തന്നെ രോഗത്തെ വിളിച്ചു വരുത്താണ്. ഭൂമിയിലും കരയിലും കടലിലുമെല്ലാം സമുദ്രങ്ങളിലുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഫസാദ് ഉണ്ടാകുന്നത്, ഫിത്നയുണ്ടാകുന്നത്, അസുഖങ്ങൾ ഉണ്ടാകുന്നത് ബിമാ കസബത് ഐദിൻ നാസ്, അവൻ ചെയ്യുന്ന അവന്റെ പ്രവർത്തനം കാരണത്താലാണ്. എന്തിനാ ഈ അസുഖം കൊടുക്കുന്നത്? ലിയുദീഖഹും ബഅലല്ലദീ അമിലൂ, തിന്നാൻ പാടില്ലാത്തത് തിന്നപ്പോ അനുഭവിക്കാൻ വേണ്ടി. പരിധി വിട്ടതിന്റെ പേരിൽ നീ ചെയ്തത് നീ തന്നെ അനുഭവിക്കാൻ വേണ്ടി. എന്തിനാണ് ഈ അനുഭവിക്കുന്നത്? ലഅല്ലഹും യർജിഊൻ, നിനക്കൊരു പാഠമുണ്ടാവട്ടെ, ഒരു ഗുണപാഠം ഉണ്ടാവട്ടെ. ഞാൻ അങ്ങനെ മട്ടൻ ബിരിയാണി നിരന്തരമായി 5-6 മാസം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഫാറ്റി ലിവർ വന്നത്. അതുകൊണ്ട് ഞാൻ മട്ടൻ ബിരിയാണി കൺട്രോൾ ചെയ്യണം. ലഅല്ലഹും യർജിഊൻ, നിർത്താൻ വേണ്ടിയിട്ടാണ്. നിയന്ത്രിക്കാനില്ലാതെ ഷുഗർ ഞാൻ ഉപയോഗിച്ചു. ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല, ചായയും ബേക്കറിയും സ്വീറ്റ്സും ചോറും ജ്യൂസും കൂൾ ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം ഒരു പരിധിയില്ലാതെ ഞാൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ ഷുഗർ പേഷ്യന്റായി. നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ തന്നെ പരിണിത ഫലം അനുഭവിക്കുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നിയന്ത്രിക്കാൻ വേണ്ടി. ഇനിയെല്ലാം ഷുഗറും ലഡുവും ഭക്ഷണവും എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യും. അതിനാണ് ظهر الفساد في البر والبحر بما كسبت أيدي الناس. ഫാറ്റി ലിവർ വന്നത് കള്ളു കുടിച്ചിട്ടാണ്. ഫാറ്റി ലിവർ കള്ളുടിയന്മാർക്ക് വരുന്ന അസുഖം. പക്ഷെ ഇന്ന് സാധാരണ എല്ലാവർക്കും ഉണ്ട് ഫാറ്റി ലിവർ. എന്തുകൊണ്ട്? നിരന്തരമായി മട്ടൺ കഴിക്കുന്നത്, ബീഫ് കഴിക്കുന്നത്. ഇതൊക്കെ കഴിക്കണ്ടെന്നല്ല, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇസ്ലാം പറഞ്ഞു തന്നൊരു കണക്കുണ്ട്, അതിനപ്പുറത്തേക്ക് അത് പോവരുത്. പ്രോട്ടീന് വേണം, മിനറൽസ് വേണം, വൈറ്റമിൻ വേണം, എല്ലാം വേണം നമ്മുടെ ശരീരത്തിലേക്ക്. പക്ഷേ നമ്മുടെ മദ്രസ സിസ്റ്റത്തിലോ നമ്മുടെ സ്കൂൾ സിലബസിലോ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളൊരു പാഠ്യപദ്ധതിയിൽ, ഒരു സിലബസിൽ ഒരു സബ്ജക്ട് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. നമ്മുടെ ഉപ്പമാർക്കും അറിയില്ല, നമ്മുടെ ഉസ്താദുമാർക്കും അറിയില്ല, നമ്മുടെ ആരോഗ്യ വിദഗ്ധർക്ക് അറിയാമെങ്കിലും അവരത് ഉൾപ്പെടുത്തുന്നില്ല. വലിയ ബിസിനസ് മാഫിയകൾക്ക് വേണ്ടി
ഇവിടെ പാരസിറ്റമോൾ പെനഡോളും തമ്മിലുള്ള യുദ്ധം നിങ്ങൾ കണ്ടില്ലേ? ഇല്ലേ? നിങ്ങൾ കണ്ടില്ല? ഈ അടുത്ത് വന്ന വാർത്ത, കോടിക്കണക്കിന് രൂപയാണ് ഡോക്ടർമാർക്ക് ഡോൾ കമ്മീഷനായി നൽകിയത്. എന്തിന്? പാരസിറ്റമോളിനെക്കാളും ജനങ്ങൾക്ക് രോഗം വരുമ്പോൾ കുടിക്കാൻ നിങ്ങൾ ഡോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് എത്രയോ കോടി, എനിക്ക് ആ കോടിയുടെ എണ്ണം ഞാൻ മറന്നുപോയി, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാനും മറന്നുപോയി. കോടിക്കണക്കിന് രൂപ ഡോക്ടർമാർക്ക് നൽകിയത്. പാരസിറ്റമോളിനെ ഒതുക്കി അവിടത്തേക്ക് ഡോൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഡോക്ടർമാര് പാരസിറ്റമോളിൽ ഗുണമുണ്ടെങ്കിലും പാരസിറ്റമോൾ ഉണ്ട്, ഡോൾ ഉണ്ട്, ഏതാ സെലക്ട് ചെയ്യുക? ഡോക്ടറിന് 1 കോടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഡോൾ കൊടുക്കണം. ഡോക്ടർമാർ ഏതാ സെലക്ട് ചെയ്യുക? നിങ്ങളുടെ ആരോഗ്യമാണോ ഡോക്ടറിന്റെ പോക്കറ്റാണോ? ഏതാ ഡോക്ടർ സെലക്ട് ചെയ്യുക? ഡോക്ടറിന്റെ പോക്കറ്റ്. ഇതാണ് മെഡിസിൻ മാഫിയ എന്ന് പറയുന്നത്, ആരോഗ്യ മാഫിയ എന്ന് പറയുന്നത് ഇതാണ്. എല്ലായിടത്തും ഉണ്ട് മാഫിയ, എല്ലാ മേഖലയിലും ഉണ്ട്. നിങ്ങൾ പറയുന്നില്ലേ പ്രഭാഷണ മാഫിയ എന്ന് പറയില്ലേ? എല്ലായിടത്തും ഉണ്ട് മാഫിയകൾ. നമ്മളെ മാത്രം പറയേണ്ട, എല്ലായിടത്തും ഉണ്ട് മാഫിയകൾ എന്ന് പറയും. അപ്പൊ മെഡിസിൻ ഈ അടുത്ത് ഒരു 2-3 ദിവസം മുമ്പ് വായിച്ച വാർത്തയാണ് ഞാനത്. ഡോൾ ജനങ്ങൾക്ക് പ്രചാരത്തിലെത്തിക്കാൻ വേണ്ടി കോടിക്കണക്കിന്, 1 കോടിയൊന്നുമല്ല, ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് ഡോക്ടർമാർക്ക് കമ്മീഷനായി നൽകിയത്. അതിന് പാരസിറ്റമോൾ എന്തിനു പോവാണ്? സമരത്തിന് പോവാ, കേസിന് പോവാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, തിന്നണം, കുടിക്കണം, അത് ഇസ്ലാം പറയുന്നു. പക്ഷേ വലാ തുസ്രിഫു, അമിതമാവരുത്. അമിതമായാൽ അള്ളാഹു രോഗം തരും. നമ്മളൊക്കെ കേട്ട സംഭവമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ഡോക്ടർ വന്നു മദീനയിലേക്ക്. റോമിൽ നിന്ന് ഒരു ഡോക്ടറെ ഗിഫ്റ്റ് ആയിട്ട് നബി തങ്ങൾ കൊടുത്തു. നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങൾക്ക് നഷ്ടം വരില്ല, തിരക്കിട്ട് പോകണമെന്നില്ല, ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അങ്ങനെയുള്ള വിഷയമാണ്. ഒരു ഡോക്ടറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. 1 മാസം 2 മാസം അദ്ദേഹം മദീനയിൽ ഡോക്ടറായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങി. ക്ലിനിക്ക് ഉണ്ടാവില്ല, എല്ലായിടത്തും ക്ലിനിക്ക് ഉണ്ടാവും. ഒരു ക്ലിനിക്ക് തുടങ്ങി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി. 2 മാസമായിട്ടും മദീനയിൽ രോഗികളില്ല. ആരും പോകുന്നില്ല, ഡോക്ടറെ കാണാൻ ആളുകൾ പോകുന്നില്ല. അപ്പോഴാണ് അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ വന്നിട്ട് മാസങ്ങളായി, പക്ഷേ ഒരു രോഗി പോലും എന്നെ കാണാൻ വരുന്നില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ രോഗമുണ്ടാവൂല, ഞങ്ങളുടെ നാട്ടിൽ രോഗികൾ ഉണ്ടാവൂല. എന്താണ് കാരണമെന്നറിയോ? ഇന്നാ നഅ്കുലു, ഞങ്ങൾ തിന്നുന്നത് വിശക്കുമ്പോഴാണ്, വിശക്കാതെ ഞങ്ങൾ ആരും തിന്നാറില്ല. നമ്മളെപ്പോൾ ഒരു സ്കെഡ്യൂളില്ല. രാവിലെ ആയാൽ സുബഹിക്ക് എണീറ്റ ഉടനെ ഒരു ബിസ്ക്കറ്റും ചായയും, അല്ലെ? നിങ്ങളാട്ട് എന്താ ചായ? രാവിലത്തെ ചായക്ക് എന്താ കുടിക്കുക? ബിസ്ക്കറ്റോ ഉണ്ടോ? ബിസ്ക്കറ്റ് ഇല്ലേ? സ്നാക്സ് ഇല്ലേ? രാവിലെയായാൽ ഒരു ബിസ്ക്കറ്റും ചായയും, ബെഡ് കോഫി. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞൊരു 11 മണിയാകുമ്പോൾ ഒരു ചായ അല്ലെങ്കിൽ ജ്യൂസുകൾ. ഉച്ചയാകുമ്പോൾ ലഞ്ച്. വൈകുന്നേരമായാൽ പലഹാരങ്ങളും ചായയും. രാത്രിയായാൽ ഡിന്നർ. ഇതിനിടയിൽ വേറെയും ഒരുപാട് ഭക്ഷണങ്ങൾ. ഇങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ സ്കെഡ്യൂൾ ഞങ്ങളുടെ ജീവിതത്തിലില്ല. വിശന്നാലേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. നിങ്ങളെ സിസ്റ്റം അങ്ങനെ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ? ഉണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൂക്കറ്റം വരെ തിന്നാലും ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ച് വേണ്ട എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ലഞ്ച് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. ലഞ്ചും കഴിച്ചു മൂക്കറ്റം വരെ എത്തി, വൈകുന്നേരത്തെ ചായ വേണ്ട, ഇന്ന് ചായം കടിയൊന്നും വേണ്ട എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രാത്രിയത്തെ ഡിന്നറോ? അതുമില്ല. ഈ 3 നിർബന്ധമാണ്. ഈ 3 എണ്ണം നമ്മുടെ നാട്ടിൽ നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നബിത്തങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശക്കുമ്പോഴാണ് തിന്നുന്നത്. അതേ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളും മാറണം. വിശക്കുമ്പോ തിന്നണം. വിശക്കാൻ പാടില്ല. വേറെ വിശന്ന് കുറെ സമയം ഇരിക്കാൻ പാടില്ല. വിശക്കുമ്പോ എന്തെങ്കിലും ഒന്ന് തിന്നണം. ചെറിയൊരു സാധനം, മൂക്കറ്റം വരെ തിന്നാനല്ല, ചെറിയൊരു സാധനം. വിശക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബ്രെഡോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചെറിയൊരു അപ്പത്തിന്റെ കഷ്ണം എന്തെങ്കിലും തിന്നാം. പക്ഷേ
അങ്ങനെ തിന്നാൽ വയറ് നിറയെ ഞങ്ങൾ തിന്നാറില്ല. അതും പ്രത്യേകതയാണ്. വിശക്കുമ്പോഴേ ഞങ്ങൾ തിന്നാറുള്ളൂ, പക്ഷെ തിന്നുമ്പോ വയറ് നിറയെ ഞങ്ങൾ തിന്നാറില്ല. വിശപ്പ് മാറിയാൽ ഞങ്ങൾ തീറ്റ നിർത്താറാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും രോഗമില്ല, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദാവൂ തദാവൂ, നിങ്ങൾ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. കാരണം എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരുന്നിനെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നഅം യാ ഇബാദല്ലാഹ്. ഒരു അറാബി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നതദാവാ, ഞങ്ങൾ ചികിത്സിക്കണോ നബിയെ? രോഗം വന്നാൽ ചികിത്സിക്കണോ, അല്ല അല്ലാഹുവിനോട് ദുആ ചെയ്യണോ? രോഗം വന്നാൽ ചികിത്സിക്കണം. രോഗം വന്നാൽ ഏതെങ്കിലും തങ്ങന്മാരെടുത്തോ ഇസ്മിന്റെ ആളുകളെടുത്തോ ജ്യോത്സ്യന്മാരുടെ അടുത്തല്ല പോവേണ്ടത്. രോഗം വന്ന ഡോക്ടറെ കാണിക്കേണ്ടത്. തങ്ങന്മാരെടുത്ത് പോകണം. എന്തിന്? അവരോട് പറയണം, എനിക്ക് രോഗമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം ശിഫയാവാൻ. വലിയ വലിയ ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകണം. എന്തിന്? അവരോട് പറയണം, എനിക്ക് ഇന്നാലെന്നൊരു അസുഖമുണ്ട് ഉസ്താദ്, ദുആ ചെയ്യണം. അവർ മന്ത്രിച്ചു തരും, വെള്ളം കുടിക്കാം. അതല്ലാതെ വലിയ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോ ഡോക്ടറെ കാണിക്കാതെ ഏതെങ്കിലും ഒരു തങ്ങൾ പറയാൻ, ഡോക്ടറിനും കാണിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാം. ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയും, ഗർഭിണിയായാൽ ഇത് ഓപ്പറേഷൻ നിർബന്ധമാണ്, സിസേറിയൻ നിർബന്ധമാണ് എന്ന് പറയുമ്പോ ചില ആളുകൾ പറയും, ഡോക്ടർ പറഞ്ഞൊന്നും കേൾക്കണ്ട, നിങ്ങൾ പിന്നെ നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ എത്ര മരിച്ചു പോയിട്ടുണ്ട് ഒരു കുട്ടികൾ. ഡോക്ടർ ഇതൊക്കെ സ്കാൻ ചെയ്തിട്ട് തല തിരിഞ്ഞു, വെള്ളമില്ല, ഇതൊക്കെ കണ്ടിട്ട് ഡോക്ടർ പറയാൻ, നിങ്ങൾ എന്ത് ചെയ്യണം? സിസേറിയൻ ചെയ്യണം. കുട്ടിക്ക് എപ്പോഴും സുഖം സിസേറിയൻ തന്നെയാണ് പ്രസവത്തെക്കാളും. പക്ഷെ ഉമ്മക്കാണ് സിസേറിയൻ പ്രശ്നം. കുട്ടിക്ക് സുഖമാണ്, കുട്ടിക്ക് പ്രസവിക്കാൻ തന്നെ റിസ്ക്കാ. പക്ഷെ കുട്ടിക്ക് വേറെ കീറി എടുക്കുമ്പോൾ ഒരു റിസ്ക്കും ഇല്ല, സുഖമായിട്ട് പുറത്തുവരാം കുട്ടിക്ക്. കുട്ടിയുടെ സേഫ്റ്റിക്ക് എപ്പോഴും ബെസ്റ്റ് സിസേറിയനാണ്. പക്ഷെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം സിസേറിയൻ റിസ്ക്കാണ്. ഭാവിയിൽ നടുവേദന, അതുപോലെ സ്റ്റിച്ച് ഉണങ്ങുക, അങ്ങനെയൊക്കെ കുറേ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് നോർമൽ ഡെലിവറി തന്നെയാണ് പ്രസവത്തിന്റെ മാന്യമായ രീതി. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പറയും സിസേറിയൻ ചെയ്യേണ്ടി വരും. ചൂഷണം ചെയ്യുന്നവരുണ്ട്, ഇവിടെ ചൂഷണം ഇല്ല ഞാൻ പറയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ പറയുമ്പോൾ ഒരു അടുത്ത ഡോക്ടറെ കൂടി കാണിച്ചു നോക്കുക. അപ്പോൾ ആ ഡോക്ടർ പറയും, ശമ്പം ഇങ്ങനെയാണ്, 2-3 സ്കാനിങ്, കുറച്ച് പൈസ ചിലവായാലും 2-3 സ്ഥലത്ത് സ്കാനിങ് ചെയ്ത് നോക്കുക. ചില ഡോക്ടർ പറയും കുഴപ്പമുണ്ട്, ചില ഡോക്ടർ പറയും കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ ഏതെങ്കിലും ധൈര്യമുള്ള ഡോക്ടർമാരുണ്ടാവും. എൻ്റെ ഒരു ആദ്യത്തെ പ്രസവത്തിൽ 7-ാം മാസത്തിൽ ഡോക്ടർ പറഞ്ഞു, വെള്ളം കുറവാണ്, നിങ്ങൾ മംഗലാപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളിന്ന് പറഞ്ഞു. സുഖമായിട്ട് പ്രസവിച്ചു. ഈ പെണ്ണുങ്ങൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ മംഗലാപുരത്ത് കൊണ്ടിരുന്നെങ്കിലോ, ഒന്നുമില്ലെങ്കിൽ 2 മാസം കുട്ടിയെ മറ്റേ എന്താ പറയുക, ഹീറ്ററിൽ വെക്കൂല, എന്താ പറയാ, ആ ഒരു സാധനം ചൂടിൽ വെക്കുന്ന സാധനം, ഇൻക്യുബേഷൻ, ആ സാധനത്തിൽ വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ തങ്ങന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉഖ്റവിയായ ആലിമീങ്ങളും ഇവരോടൊക്കെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അത്ഭുതമുണ്ടാകും. അതല്ലാതെ നമ്മൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരു വലിയാണ്, അതും കൂടി നോക്കണേ. അത്രത്തോളം വിശ്വാസമുള്ള, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നല്ല, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന, പറയുന്നതൊക്കെ സത്യമായി പുലരുന്ന ഏതെങ്കിലും അത്രത്തോളം വിശ്വാസമുള്ള ഒരാളിനോട് പറഞ്ഞു അത് ശരിയായിക്കോളും, പോണമെന്നില്ല, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ വെറുതെ അങ്ങ് പറയും. അങ്ങനെ 10 പറയുമ്പോൾ 9 ആൾ മരിക്കും, ഒരാൾ ശരിയാകും. ആ ഒരു ശരിയാണ് 9 തെറ്റുകളെക്കാളും കൂടുതൽ ലോകത്ത് ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു തങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് പറയാൻ, അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നോർമൽ ഡെലിവറി ആവും പറഞ്ഞു. അങ്ങനെ അയാളോട് വന്ന 10 ആളോട് അയാൾ തന്നെ പറയാം, 10-ൽ 9 ആൾ മരിച്ചു കുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായി, പ്രയാസം ഉണ്ടായി, ഒരാൾ രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഒരാൾ രക്ഷപ്പെട്ടതാണ് നാട്ടിൽ പാട്ടാവുക, ഈ 9 മരിച്ചതും പിന്നെ നാട്ടിൽ പാട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അറാബി ചോദിച്ചു, അലാന തദാവാ, നബിയെ ഞങ്ങൾ ചികിത്സിക്കണോ നബിയെ, ഡോക്ടറെ കാണണോ നബിയെ, ട്രീറ്റ്മെന്റ് എടുക്കണോ? നബി തങ്ങൾ പറഞ്ഞു, നഅം യാ ഇബാദല്ലാഹ്,
അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാഅ. ലോകത്ത് ഏത് രോഗം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആ രോഗത്തിന് അല്ലാഹു മരുന്നും കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ ദാഅൻ വാഹിദ, ഒരൊറ്റ ഒരു അസുഖം മാത്രമാണ് മരുന്നില്ലാതെ അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ രോഗത്തിന് മരുന്നില്ല. ഏതാണ് ആ രോഗമെന്നറിയോ? അൽ ഹറം, വൃദ്ധനാവുക. വൃദ്ധനായ മനുഷ്യന് മരുന്ന് കുടിച്ചിട്ട് യൗവനത്തിലേക്ക് പോകാൻ പറ്റോ? താടിയൊക്കെ കറുപ്പിച്ചിട്ട് കുറച്ചു കാലമൊക്കെ ചുള്ളനായിട്ട് നടക്കാം. ചുള്ളനാവെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ചുള്ളൻ ഉണ്ടാവൂ. താടിയൊക്കെ കറുപ്പിച്ചാല് നടക്കാൻ പഴയ 60 വയസ്സായ ഒരാൾക്ക് എത്രത്തോളം നടക്കാൻ കഴിയും നമ്മൾക്കറിയാലോ അല്ലേ? 70 വയസ്സായ ഒരു മനുഷ്യന് എത്രത്തോളം നടക്കാൻ, അയാളുടെ ശരീരം പുറത്ത് കാണുമ്പോൾ ചുള്ളനായിരിക്കും, പക്ഷെ നടക്കാനിരിക്കാനൊക്കെ നല്ല പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് മരുന്ന് കുടിച്ചാലൊന്നും എന്ത് കിട്ടില്ല? യൗവനം കിട്ടൂല. വാർദ്ധക്യമല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും അല്ലാഹു മരുന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം തിന്നണം, കുടിക്കണം, പക്ഷേ അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. അമിതമായാൽ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഖുർആനിലുണ്ട്, എന്നാൽ നിങ്ങളുടെ പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരോഗ്യത്തെ കുറിച്ച്? ഖുർആനിലൊക്കെ 6000 ചില്ലാനം ആയത്തിൽ അര ആയത്ത് മെഡിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രവാചകൻ തുബ്ബിനെ കുറിച്ച്, വൈദ്യശാസ്ത്രത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ അലി ഇബ്നു ഹസൻ എന്നവർ പറയുന്നത്, ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തിബ്ബ ഫീ അൽഫാദിൻ യസീറ. ചെറിയ ഒരു പദമേ നബി തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ ആരോഗ്യത്തെ കുറിച്ച്. എന്താണെന്നറിയോ? മാഹിയ, ഏതാണത്? അദ്ദേഹം പറഞ്ഞു, അൽ മഇദതു ബൈതുദ്ദാ, രോഗത്തിന്റെ വീട്, രോഗത്തിന്റെ കേന്ദ്രം, അത് ആമാശയമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വയറാണ് രോഗത്തിന്റെ കേന്ദ്രം. എങ്ങനെയുണ്ട്? ഖുർആൻ പറഞ്ഞതും നബി തങ്ങൾ പറഞ്ഞതും ഒന്നല്ലേ? അൽ മഇദ, ആമാശയം, കൊടൽ, ആമാശയമാണ് ബൈതുദ്ദാ, രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രം, രോഗങ്ങളുടെ സോഴ്സ്, രോഗങ്ങളുടെ ഉത്ഭവം അത് നമ്മുടെ വയറ്റിൽ നിന്നാണ്. എന്ന് വെച്ചാൽ മൂക്കറ്റം വരെ തിന്നൽ, വയറ് നിറഞ്ഞിട്ടും പിന്നെയും തിന്ന, ഇതാണ് ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഭക്ഷണം നിയന്ത്രിക്കുക. ഭക്ഷണം നിയന്ത്രിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രോഗത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ തറക കിതാബുക്കും വലാ നബിയ്യിക്കും, നിങ്ങളുടെ നബിയോ നിങ്ങളുടെ ഖുർആനോ ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ലല്ലോ, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ നിറക്കുന്നതിൽ ഏറ്റവും അപകടകരമായ നിറക്കൽ ഒരു മനുഷ്യന്റെ ആമാശയമാണ്, ഒരു മനുഷ്യന്റെ വയറാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. മാ മലഅ ഇബ്നു ആദമ ബിആഅൻ ശർറൻ മിൻ ബത്നി, ഒരു മനുഷ്യൻ ഏറ്റവും മോശമായി നിറക്കുന്ന സാധനം വയറാണ്. നിങ്ങളുടെ അലമാരയിൽ എന്ത് നിറച്ചു, നിങ്ങൾ അക്കൗണ്ടിൽ എന്ത് നിറച്ചു, നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങൾ നിറച്ചു, അതൊന്നും കുഴപ്പമില്ല. നിറക്കുന്നതിൽ ഡേഞ്ചറസ്, അപകടകരമായ പാത്രം, നിറഞ്ഞാൽ അപകടമാകുന്നത്, നിറകടം തുളുമ്പൂലെന്നല്ലേ, നിറഞ്ഞാൽ അപകടമാവുന്ന പാത്രം അത് മനുഷ്യന്റെ വയറാണ്. നിറഞ്ഞാൽ അപകടം മനുഷ്യന്റെ വയറ്. നിറഞ്ഞില്ലെങ്കിൽ അവൻ എന്തുണ്ടാകും? ആരോഗ്യം ഉണ്ടാകും. നിറഞ്ഞാൽ അതവന് അപകടമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് മക്കൾക്ക് 9 കാടമുട്ട കൊടുക്കണ്ട, 1 കാടമുട്ട, 2 കാടമുട്ട, അത്ര മതി. മക്കൾ തിന്നലല്ല മക്കളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം, തീറ്റ കുറക്കലാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. ഉമ്മമാർക്ക് എത്ര തിന്നാലും മതിയാവൂല. എൻ്റെ ഉമ്മക്ക് എന്നെ എപ്പോഴും കുറ്റം പറയും, തിന്നില്ലെങ്കിലും ഉണങ്ങിപ്പോന്നൊക്കെ പറയും. മനസ്സിലായോ? നമ്മൾക്ക് എങ്ങനെയെങ്കിലും തടിയൊക്കെ കുറച്ചിട്ട് അങ്ങനെ സ്ലിമ്മായിട്ട് നടക്കാൻ ആഗ്രഹിക്കുമ്പോഴായിരിക്കും ഉമ്മ ചീത്ത പറയാ. തിന്നില്ലെങ്കിൽ നീ ഉണങ്ങിപ്പോയത് കണ്ടില്ലേ എന്നല്ലേ പറയും ഉമ്മ.
ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയും, ചിലപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും ഉറക്ക ചടവോ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നോക്ക് എന്തായി പിന്നെ കോലെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഉമ്മക്ക് വലിയ ക്ഷീണമായി. ഉമ്മ ചെന്ന് പറയും, ഇത് അവരെങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, നിന്റെ കോലെന്താണ് ആകെ ഉണങ്ങിപ്പോയി അങ്ങനെയൊക്കെ പറയും. അതല്ലേ നമുക്ക് തിന്നിന് എന്തെങ്കിലും കുറവുണ്ട്? റസൂലുള്ള പറഞ്ഞത് 3-1 തിന്നാനാണ്. നമ്മൾ 3-1 പോയിട്ട് അതിൻ്റെയൊക്കെ ഡബിൾ എത്ര കൂടുതൽ തിന്നുന്നുണ്ട്. അപ്പോൾ ഉമ്മമാർക്ക് മക്കൾ എത്ര തിന്നാലും തികയില്ല. എൻ്റെയൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, നല്ല തടിയുള്ള കുട്ടി. ആ കുട്ടി വീട്ടിൽ പോയാലും ഉമ്മ എന്താ പറയാ, നീ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് എന്ന്. നമ്മളെ ക്ലാസ്സിലാണെങ്കിൽ ഏറ്റവും തടിയുള്ള കുട്ടിയാണ്, ഏറ്റവും തടിയുള്ള. ഞങ്ങൾ വിളിക്കാൻ തന്നെ ബൊഡൻ ഞങ്ങൾ ബൊഡൻ വിളിക്കലുണ്ട്. നിങ്ങൾ തടിയന്മാരെ ബൊഡൻ എന്നാ വിളിക്കുക കാസർഗോഡ് തടിയന്മാരെ. അപ്പൊ അങ്ങനെ അവനോട് പോലും വീട്ടിലെത്തി ഉമ്മ പറഞ്ഞു, ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ആകെ തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെ ക്ലാസ്സിലാണെങ്കിൽ 2 ആളിരിക്കാനുള്ള സ്ഥലം അയാൾ ഒറ്റക്കാണ്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ തിന്നേണ്ടതെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. നിറഞ്ഞാൽ വേറിനെ പോലെ അപകടമുള്ള മറ്റൊരു പാത്രമില്ല. നിറഞ്ഞില്ലെങ്കിൽ വേറെ ഓക്കെ, നിറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊക്കെ ഓക്കെ. നിറഞ്ഞാൽ ഇത് അപകടകരമാണ്, അതുകൊണ്ട് വേറെ നിറക്കരുത്. ഒരു മനുഷ്യന് നിവർന്നു നിൽക്കാൻ 1, 2, 3 ഉരുളകൾ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന് ജീവിക്കാൻ നട്ടല് നിവർന്നു നിൽക്കൂലേ? ഇപ്പൊ ചില യാചകന്മാരൊക്കെ കാണും, നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ഇവിടെ പുറത്ത്. അതെന്തുകൊണ്ടാ? പട്ടിണി കിടന്നിട്ടാണ് ചിലപ്പോ ബെൻഡ് വരുന്നത്. ഖൈബർ യുദ്ധം നടക്കുമ്പോ നബി തങ്ങളുടെ അടുത്തേക്ക് സ്വഹാബാക്കൾ വന്നിട്ട് കുപ്പായം പൊന്തിച്ചിട്ട് വേറ്റത്തേക്ക് കല്ല് വെച്ച് കെട്ടിയത് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്കൊക്കെ അറിയാലോ അത് അല്ലെ? അതെന്തിനായിരിക്കും ആ കല്ല് വെച്ച് കെട്ടിയത്? ആ കല്ല് എന്തിനായിരിക്കും വേറ്റത്ത് കെട്ടിവെച്ചത്? എന്തിന്? അവിടെ കല്ല് വെച്ചില്ലെങ്കിൽ ബെൻഡ് വരും. ഒരു മനുഷ്യന് തിന്നില്ല, പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള മനുഷ്യന് ഇങ്ങനെ ബെൻഡായിട്ട് വരും. അപ്പൊ ഈ നട്ടെല്ല് നിവർന്ന് നിൽക്കാൻ വേണ്ടി ഇവർ കല്ല് വെച്ചിട്ട് ബെൻഡില്ലാതിരിക്കാൻ വേണ്ടി ടൈറ്റാക്കി കുത്ത നിർത്തി. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞങ്ങളൊക്കെ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ കുപ്പായം മുന്തിച്ച് കാണിച്ചു കൊടുത്തു, 3 കല്ല് വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഇവരെക്കാളും പട്ടിണിയാണ്, ഇവരെക്കാളും മുമ്പേ പട്ടിണി കിടക്കാൻ തുടങ്ങിയതാണ്. അത്താഴം കഴിക്കുന്നത് 3 ഇത്തപ്പഴത്തിൽ, നോമ്പ് തുറക്കുന്നത് 3 ഇത്തപ്പഴത്തിൽ, ഇതല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല. ഇന്ന് നോമ്പ് തുറന്നു 3 ഇത്തപ്പഴം കൊണ്ട്, രാത്രി വേറെ കഴിക്കാനൊന്നുമില്ല. അത്താഴം ചിലപ്പോ കഴിച്ചാൽ 3 ഇത്തപ്പഴം കൊണ്ട് കഴിക്കും. കഴിച്ചില്ലെങ്കിൽ 11 മണിയാകുമ്പോൾ വീട്ടിൽ ഭാര്യയോട് ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ നാസ്തക്ക്? ഒന്നുമില്ല, എന്നാ ഞാൻ ഇന്നും നോമ്പ് പോയിക്കോളാം, നാളെ രാത്രി 3 ഇത്തപ്പഴം. ഇതായിരുന്നു നബി തങ്ങൾ 2 മാസം ഭക്ഷണം കഴിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ട് നബി തങ്ങളുടെ വേറിലൊന്നും ഇല്ലാതിരിക്കുമ്പോ ബെൻഡ് വരും. നബി തങ്ങൾ 3 കല്ല് വെച്ച് കിട്ടി. അപ്പൊ ഒരു മനുഷ്യന്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ 1, 2, 3 ഉരുള മതി. ഒരു 3 ഇത്തപ്പഴം വിശക്കുമ്പോ കഴിച്ചാൽ തന്നെ നട്ടെല്ല് നിവർന്നു നിൽക്കും. നോമ്പുറക്കുമ്പോ ആ സമയത്തല്ല, വിശക്കുമ്പോ ഒരു 3 ഇത്തപ്പഴം കഴിച്ചാൽ തന്നെ എന്ത് ചെയ്യും? നട്ടെല്ല് നിവർന്നു നിൽക്കും. അതുകൊണ്ട് നട്ടെല്ല് നിവർന്നു നിൽക്കാൻ 3 ഉരുളകൾ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത്രയാണ് കഴിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് അത്ര മതിയാവുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, ശ്രദ്ധിച്ചോളേ, കഴിക്കേണ്ട എത്രയാണ്? നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വെക്കും, കാഷ്യൂ, പിസ്ത, ബദാം. നിങ്ങൾ എത്ര കഴിക്കും? കാഷ്യൂ എണ്ണമില്ലാതെ കഴിക്കൂലേ? ടപ്പേന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിസ്തയും ബദാമും കാഷ്യും ഈത്തപ്പഴമൊക്കെ കഴിക്കൂലേ? സത്യത്തിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. അതൊരു 3 പിസ്ത അല്ലെങ്കിൽ 3 ബദാം, ഒരു 3 ഈത്തപ്പഴം, ഒരു 3 കാഷ്യൂ, അത്രേ കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ രോഗിയായിട്ട് മാറാണ്. ഇതൊക്കെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ ഒന്നിച്ച് മൂക്കറ്റം വരെ കഴിച്ചാൽ രോഗിയാക്കുന്ന സാധനമാണ് ഈ സാധനങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഒരു 3 കാഷ്യൂ, 3 ബദാം, 3 ഈത്തപ്പഴം, ഒരു ഗ്ലാസ് ജ്യൂസ്, അത് മതി ബ്രേക്ക്ഫാസ്റ്റിന്. സംഭവം നമ്മൾ അങ്ങനെയല്ല കഴിക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 25 ബദാമും 25 കാഷ്യും കഴിക്കും. അപ്പൊ നമ്മൾ രോഗിയാവാതിരിക്കോ? ശ്രദ്ധിക്കുങ്ങള്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നട്ടെല്ല് നിവർന്ന് നടക്കാൻ, നിങ്ങളുടെ നട്ടെല്ല് ബെൻഡാവാതിരിക്കാൻ, വളയാതിരിക്കാൻ 3 ഉരുളകൾ മതി, കൂടുതൽ വേണ്ട. ഇനി അത്ര പോരായെങ്കിൽ ഇത് മതിയാവുന്നില്ല എങ്കിൽ
മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കണം, മൂന്നിലൊരു ഭാഗം വെള്ളത്തിന് വേണ്ടി ചെലവാക്കണം, മൂന്നിലൊന്ന് ഭാഗം ശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോ കണക്ക് വേണ്ടേ? എത്രയുടെ മൂന്നിലൊന്ന് എന്നുള്ള കണക്ക് വേണ്ടേ? എത്രയായിരിക്കും? അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലുപ്പം എത്രയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു മൂന്നിലൊന്ന് അപ്പത്തിന് വേണ്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നെയ്സ്പത്തിരി കഴിക്കാൻ മൂന്നിലൊന്ന് നെയ്സ്പത്തിരി, ചായക്ക് ഒരു മൂന്നിലൊന്ന് കഴിഞ്ഞു. പിന്നെ ഒരു മൂന്നിലൊന്ന് അവിടെ ബാക്കി വെക്കണം. എന്തിന്? ശ്വാസ തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, കിതപ്പില്ലാതിരിക്കാൻ വേണ്ടി, ശ്വാസം മുട്ടില്ലാതിരിക്കാൻ വേണ്ടി, സുഖമായിട്ട് ബ്രീത്തിങ് നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ ആമാശയത്തിന്റെ വലിപ്പം എത്രയെന്നറിയോ? അറിയോ? നമ്മൾ നാളെ പഠിച്ചു നോക്കി ആമാശയത്തിന്റെ വലിപ്പം എത്രയാണ്. ഒരു ആവറേജ് ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം 1 ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര എന്നറിയില്ലേ? അക്വാഫിനേണ്ട ഒരു ബോട്ടിൽ വെള്ളമില്ലേ, അത് 1 ലിറ്റർ കുപ്പിയാണ്. അക്വാഫിന ഇതിൽ ഏറിപ്പോയാൽ 4 ഗ്ലാസ് വെള്ളമല്ലേ പിടിക്കുക അക്വാഫിനയുടെ ഒരു ബോട്ടിൽ, 1 ലിറ്ററിന്റെ ബോട്ടിൽ അല്ലേ? അപ്പോ 1 ലിറ്ററാണ് ഒരു മനുഷ്യന്റെ ആമാശയം. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളി, ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലുപ്പം എത്രയാണെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കാണുന്ന ഗർഭിണികളെ പോലെയുള്ള നീണ്ടു നിൽക്കുന്ന വേറെ ഒരു ലിറ്ററാണോ? സത്യത്തിൽ ഇതൊരു ബലൂണ് പോലെയാണ്, എലാസ്റ്റിക് ആണ്. തിന്നുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വലുതാവും. അതാണ് ചില ആളുകൾക്കൊക്കെ നല്ലോണം വേറെ വരാൻ കാരണം. തിന്നാതെ ഒരു മനുഷ്യന് വേറെ വരൂല, തിന്നിട്ട് തന്നെയാണ് വേറെ ഉണ്ടായത്. വേറെ ഒരാൾക്കാണ്. ഇപ്പൊ ഗർഭിണികളായ പെണ്ണുങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യത്തെ മാസം വേറെ ഒന്നും ഉണ്ടാവില്ല, ഫ്ലാറ്റ് ആയിരിക്കും. 2-ാം മാസം ആകുമ്പോൾ കുറച്ച് വലുതായി, 3-ാം മാസം വലുതായി, 4-ന് വലുതായി. എന്തുകൊണ്ടങ്ങനെ വലുതാകുന്നു? അത് എലാസ്റ്റിക് ആയതുകൊണ്ടാണ്. 9 മാസം ആകുമ്പോൾ വേറെ ഇങ്ങനെ വന്നു, പ്രസവിച്ച ഉടനെ വേറെ ഇങ്ങനെ ചെറുതായി തിരിച്ചു പോയി. അപ്പൊ ഈ ഗർഭിണികൾ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടല്ലോ പ്രസവിച്ച ഉടനെ. അതേപോലെ തന്നെ വേറെ തിന്നിട്ട് വലുതായ ഒരു മനുഷ്യന് ഫുഡ് കൺട്രോൾ ചെയ്താൽ ആ വേറെ ചെറുതാക്കാൻ പറ്റും. നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടോ ഓടിയിട്ടോ നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല, തീറ്റ തന്നെ കൺട്രോൾ ചെയ്യണം. മൂക്കറ്റം വരെ തിന്നിട്ട് വൈകുന്നേരം രാവിലെ ഞാൻ ഓടുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ട്രെഡ്മില്ലുണ്ട്, ഞാൻ ടെമ്പിൾസ് എടുക്കലുണ്ട്, ഞാൻ ജിമ്മിന് പോകുന്നു, ഞാൻ ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് 1 ലിറ്ററിൻ്റെ 1/3 രാവിലെ കഴിക്കുക, 1/3 വെള്ളത്തിനിട്ട് ഉപയോഗിക്കുക. ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് നിർബന്ധമില്ല, വിശന്നാൽ 1/3 കഴിക്കുക, വിശന്നില്ലേ കഴിക്കാതിരിക്കുക. എപ്പോഴാണോ വിശക്കുന്നത്, വിശക്കുമ്പോൾ 1/3 കഴിക്കുക, 1/3 വെള്ളം കുടിക്കുക. അതാണ് നിങ്ങളുടെ വയറ് കുറക്കാനുള്ള, ശരീരം ഫ്ലാറ്റായി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി. രോഗിയാവാതെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വഴി അതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വേറുള്ള മനുഷ്യനും ഒരു വേറില്ലാത്ത മനുഷ്യനും. അള്ളാഹുവിന് ഇഷ്ടം ആരോടാണെന്നറിയോ? വേറില്ലാത്ത മനുഷ്യനോട്. വേറുള്ള മനുഷ്യൻ വലിയ ആബിദാണെങ്കിലും ശരി, അള്ളാഹ്ക്ക് ഇഷ്ടം വേറില്ലാത്തവനോട്. എന്തുകൊണ്ട്? അള്ളാഹു അയാൾക്ക് കൊടുത്ത ശരീരത്തിന്റെ ആരോഗ്യം അയാൾ കൺട്രോൾ ചെയ്തു. ഈ മനുഷ്യൻ ഇബാദത്തൊക്കെ ഉണ്ട്, പക്ഷെ വേറും ആരോഗ്യവും കൺട്രോൾ ചെയ്തില്ല. المؤمن القوي خير وأحب إلى الله من المؤمن الضعيف. ബലഹീനനായ ആരോഗ്യമില്ലാത്ത സത്യവിശ്വാസിയെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള മുഅ്മിനിനെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആരോഗ്യമില്ലാത്തൊരു ചെറുപ്പക്കാരനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെയാണ്. ഇഷ്ടം എന്ന് മാത്രമല്ല, ഖൈറുൻ, അയാളാണ് ഇയാളെക്കാളും നല്ലവൻ. ഖൈർ المؤمن القوي خير وأحب إلى الله من المؤمن الضعيف. ബലഹീനനായ ആരോഗ്യമില്ലാത്ത, കാറ്റ് വന്നാൽ പാറിപ്പോകുന്ന, തീരെ ആരോഗ്യമില്ലാത്ത രോഗിയായ ഒരു മനുഷ്യനെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള ഒരു മനുഷ്യനെയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമുണ്ടാവാൻ വേറിന്റെ 1/3 ഭക്ഷണം കഴിക്കണം വിശക്കുമ്പോ, 1/3 വെള്ളത്തിന് വെക്കണം ദാഹിക്കുമ്പോൾ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇൻ കാന ലാ ബുദ്ദ ഫായിലൻ, നിങ്ങൾക്ക് അത്രത്തോളം 3 ഉരുളയിൽ തൃപ്തിയാവുന്നില്ല എങ്കിൽ ഫതുലുസുൻ ലിതുആമി, 1/4 ലിറ്ററാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അളന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ,
വിരാട് കോഹ്ലി എന്ന പോലെയുള്ള സെലിബ്രിറ്റികൾ അവർ തൂക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. തുലാസിൽ തൂക്കിയിട്ട്, തുലാസിൽ എത്ര വൈറ്റമിൻ ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര മിനറൽസ് ഉണ്ട് എല്ലാം നോക്കിയിട്ട് നാരുകൾ അടങ്ങിയത് അടങ്ങാത്തത് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിഷൻ ഉൾപ്പെടുത്തി തൂക്കി അളന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. അത്രത്തോളം ശരീരത്തിൻ്റെ നടിമാരൊക്കെ ശരീരത്തെ അത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട്. അത് ഈമാന്റെ ഭാഗമായിട്ടൊന്നുമല്ല, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അളന്ന് തിന്ന. അപ്പൊ നമ്മൾ അളന്ന് നോക്കി 1/4 ലിറ്റർ തിന്നാൻ, 1/4 ലിറ്റർ കുടിക്കാൻ ആരോഗ്യം ഉണ്ടാവും, രോഗം ഉണ്ടാവില്ല. നബിത്തങ്ങൾക്ക് ജീവിതത്തിൽ എത്ര വട്ടം പനി വന്നിട്ടുണ്ട്. നബിത്തങ്ങൾക്ക് അസുഖം വന്നത് സിഹറിന്റെ ഭാഗമായിട്ടാണ്. നബിത്തങ്ങൾ വഫാത്താകുമ്പോഴുണ്ടായ അസുഖം ഒരു പെണ്ണ് മാംസത്തിൽ വിഷം കലർത്തിയതിന്റെ പേരിലാണ്. നബിത്തങ്ങൾ എപ്പോഴും പട്ടിണിയായിരുന്നു. തിന്നാതിരിക്കലാണ് ആരോഗ്യത്തിന്റെ രഹസ്യം, തിന്നലല്ല. പൊതുവെ സ്ത്രീകളൊക്കെ തെറ്റിദ്ധരിച്ചത് തിന്നാൻ നല്ലോണം ആരോഗ്യം ഉണ്ടാവുന്ന. ഒരു 10-15 നൈസ്പത്രിയൊന്നും കൊടുക്കേണ്ട, ഒരു 3 നൈസ്പത്രിയൊക്കെ തിന്നാൽ മതി. തിന്ന് പറഞ്ഞ് മക്കൾ തിന്നാൻ നിർബന്ധിപ്പിക്കരുത്. ചെറിയ കുട്ടികളെ വരെ തിന്നാൻ നിർബന്ധിപ്പിക്കുന്ന ഉമ്മമാരില്ലേ? ചെറിയ കുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടികളെ തിന്നാൻ നിർബന്ധിപ്പിക്കുന്ന ഉമ്മമാരില്ലേ? തിന്നെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കും. അവർക്ക് ചോക്ലേറ്റ് തിന്നിട്ടുണ്ട്. സത്യത്തിൽ ഒരു സ്നിക്കർ അല്ലെങ്കിൽ ഒരു ബൗണ്ടി അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്ക്, അത് തന്നെ കുട്ടികളുടെ ആമാശയത്തിന്റെ 1/4 ലിറ്റർ ആയില്ലേ, വേറെ ഫുള്ളായില്ലേ. പിന്നെ നിങ്ങൾ പത്തിരി തിന്നണം നിർബന്ധിച്ചാലോ? അതുകൊണ്ട് ഈ ഒരു വിഷയം ജീവിതത്തിൽ പകർത്തേണ്ട ദീനിയായ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയം, നമ്മൾക്ക് ആർക്കും അറിയാത്തൊരു വിഷയം. ഇപ്പൊ നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞാൽ ടൈഗർ രാജ്യത്തിന്റെ ദേശീയ മൃഗാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ? അറിയാം. എന്നൊരു ടൈഗർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കടുവ നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അത് പഠിപ്പിക്കണമല്ലോ, അതറിയണമല്ലോ. കടുവ രാജ്യത്തിന്റെ ദേശീയ മൃഗാണ് എന്ന് മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ. പാമ്പ് നിങ്ങളെ കടിച്ചാൽ നിങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം? വെള്ളം അറിയില്ലേ? H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, H2O. ഇങ്ങനെയാണ് വെള്ളം ഉണ്ടായത്. ഈ വെള്ളം അപ്പുറത്തുള്ള ദാഹിക്കുന്നവന് കൊടുക്കണമെന്ന് നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? ദാഹിച്ചവന് വെള്ളം കൊടുക്കണം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ആ വെള്ളം ഉണ്ടാകും എന്നറിയാം. അപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നമ്മൾക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. A+B² അല്ലേ? നമുക്ക് കണക്കിൽ പണ്ടേ സ്കൂളിൽ പഠിക്കുന്ന അൽജിബ്രയുടെ ഭാഗമായിട്ടൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ്. ഇത് ജീവിതത്തിൽ ഇന്നേവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഉപകരിച്ചിട്ടേ ഉണ്ടാവൂല. പിന്നെ എന്തിനു പഠിക്കുന്നു? പഠിച്ചിരിക്കണം. സംതിങ് അബൌട്ട് എവറിത്തിങ്, എല്ലാ കാര്യത്തെക്കുറിച്ചും ചെറിയൊരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ ഇവിടെ നബിത്തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തും. അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള വിശ്വാസിയാണ്, അല്ലാതെ രോഗികളായി കിടക്കുന്ന വിശ്വാസിയല്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ 100 വയസ്സുവരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. 100 വയസ്സുവരെ ഒരാൾ ജീവിച്ചു, അയാൾ 60 ആയതിനു ശേഷം കിടപ്പിലാണ്. വേറൊരാൾ 100 വയസ്സുവരെ ജീവിച്ചു, അയാൾ മരിക്കുന്നത് വരെ ആരോഗ്യവാനാണ്. ആരാ? അള്ളാഹുവിന്റെ അടുത്ത് നല്ലവൻ ആരാണ്? ആരോഗ്യത്തോടെ ജീവിച്ച് വഹസുന അമലു, അയാൾ ആ ആരോഗ്യം നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി, അയാളാണ് അല്ലാഹുവിന് ഇഷ്ടം, അയാളാണ് നല്ലവൻ. അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. അത് ദീനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു വിഷയം, സുബഹി നിസ്കാരം നഷ്ടപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരനാകുന്നത് പോലെ അപകടമാണ് അള്ളാഹു തന്ന ആരോഗ്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. തിന്നിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും കള്ളു കുടിച്ചിട്ടും അനാവശ്യമായ ഫാറ്റ് ഓയിലി ഫുഡുകളൊക്കെ ഉപയോഗിച്ച്, ഷുഗർ ഫുഡുകളൊക്കെ ഉപയോഗിച്ച്, ശരീരത്തെ ജങ്ക് ഫുഡുകൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ കോടതിയിൽ കുറ്റക്കാരനാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ, പൊന്നുമോനെ, നിങ്ങൾ ഹോട്ടലിൽ പോവാറുണ്ടോ? ഹോട്ടലിൽ പോവാറുണ്ടോ? നിങ്ങളെന്താ മിണ്ടാത്ത? ഹോട്ടലില്ലേ നിങ്ങളുടെ നാട്ടിൽ? പോവാറൊന്നുമില്ലേ? കൊറോണക്ക് പോകുന്നില്ല?
അങ്ങനെ പോകുന്നവരും പോവാത്തവരുണ്ട്. എന്നാൽ കല്യാണത്തിന് എല്ലാവരും പോകുന്നുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ഒരു ബൊഫെ കല്യാണത്തിനുണ്ട്. ബൊഫെ എന്ന് വെച്ചാൽ പൊറോട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ കയ്യിലൊരു പ്ലേറ്റും തന്നു. നിങ്ങൾ എന്താ ചെയ്യുക? ഈ തലേന്ന് തുടങ്ങും അല്ലേ? ചിക്കൻ കറി ഇട്ടു, ബീഫ് കറി ഇട്ടു, മട്ടൻ കറി ഇട്ടു, കോയിൻ പൊറോട്ട ഉണ്ടായിരുന്നു 2 ഇട്ടു, വെള്ളപ്പുണ്ടായിരുന്നു അതൊന്നിട്ടു, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അതൊന്നിട്ടു, മട്ടൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു അതിട്ടു, പിന്നെ അൽഫാമിൻ്റെ ഒരു കഷ്ണം ഇട്ടു, ഗ്രിൽ ചിക്കൻ്റെ ഒരു കഷ്ണം ഇട്ടു, ഇതിൻ്റെ കൂടെ കുറേ സലാഡ് ഉണ്ടായിരുന്നു അതിട്ടു, എല്ലാം ഇട്ട് കൂമ്പാരാക്കി വന്നിട്ടിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? നിങ്ങൾ തിന്ന് കുറച്ച് കഴിയുമ്പോൾ വേറെ ഫുള്ളായി, ഭക്ഷണം അതിൽ ബാക്കിയാണ്. നിങ്ങളെന്താ ചെയ്യുക? എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഞാൻ ഇത് സ്ഥിരം കാണുന്ന സാധനമാണ്. ബുഫേകളിൽ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ചില ആളുകൾ കൊണ്ടുപോയിട്ട് കളയും, ചില ആളുകൾ അത് ഏതായാലും എടുത്തല്ലേ കളയുന്നത് മോശമാണെന്ന് പറഞ്ഞ് മൂക്കറ്റം വരെ തിന്നും. രണ്ടും തെറ്റാണ്. രണ്ടും ചെയ്യാൻ പാടില്ല. കളയാനും പാടില്ല, മൂക്കറ്റം വരെ തിന്നാനും പാടില്ല. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, മകനോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തഅകുൽ ശിബഅൻ ഫൗഖ ശിബഅൻ, വയറ് നിറഞ്ഞാൽ പിന്നെ നീ തിന്നാൻ പാടില്ല. അപ്പൊ ബുഫെ നിങ്ങളിട്ട ആ സാധനത്തിലുള്ള ചിക്കൻ അൽഫാം ഉണ്ട്, ഗ്രിൽ ചിക്കൻ ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ വെള്ളപ്പൊക്കെ ഇങ്ങനെ പ്ലേറ്റ് നിറഞ്ഞു വെക്കാണ്. ഒരു പൊറോട്ടയും 2 ചിക്കൻ പീസും തിന്നപ്പോൾ വയറ് ഫുള്ളായി. വെള്ളപ്പ് ഇപ്പോൾ ബാക്കിയുണ്ട്, അതിന് പുറമെ കടായിയുടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട്, ബട്ടർ ചിക്കൻ്റെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട്, ഇതൊക്കെ ബാക്കിയുണ്ട്, വയറ് ഫുള്ളായി. എങ്കിൽ എന്ത് ചെയ്യണം? അത് തിന്നുന്നതിനേക്കാളും നല്ലത് അതൊരു പാക്ക് ചെയ്തിട്ട് നായക്ക് ഇട്ട് കൊടുക്കലാണ് എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. അത് പാക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നായകള്, പൂച്ചകള്, നാൽക്കാലികള്, ഈ തിന്നുന്ന മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കലാണ്. വയറ് നിറഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും എടുത്തതല്ലേ, കളയുന്നത് മോശമാണ് എന്ന് വിചാരിച്ച് തിന്നൽ അല്ല നല്ലത്. അതേതെങ്കിലും മൃഗങ്ങൾക്കോ നായകൾക്കോ അല്ലെങ്കിൽ അടുത്തുള്ള മനുഷ്യന്മാർക്കോ കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? അടുത്ത പ്രാവശ്യം വേണ്ടത്ര എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വേസ്റ്റിലേക്ക് കൊട്ടണം എന്നാണോ, അല്ല എടുക്കുമ്പോൾ കുറച്ചെടുക്കണം എന്നാണോ? എന്താ ചെയ്യേണ്ടത്? എടുക്കുമ്പോൾ കുറച്ചെടുക്കുക, വീണ്ടും എണീക്കാലോ. അല്ലാഹു നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്, കൈകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബുഫേകൾ നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? ചിക്കനാണോ? ചിക്കൻ എടുത്ത് വന്നിരുന്ന് കഴിക്കുക. കഴിച്ചിട്ട് തികഞ്ഞിട്ടില്ല എന്ന് തോന്നിയാൽ വീണ്ടും പോയിട്ട് എന്താ റൈസ് വേണോ റൈസ് എടുക്കാം, പൊറോട്ട വേണോ പൊറോട്ട എടുക്കാം, അൽഫാം വേണോ അൽഫാം എടുക്കാം. ആവശ്യമുള്ളത് എടുത്ത് തിന്ന് വേറെ നിറഞ്ഞില്ലെങ്കിൽ വീണ്ടും പോകാൻ നിറഞ്ഞ നിർത്തുക. ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിന് പോയാൽ നിറയെ പ്ലേറ്റിലേക്ക് ചോറിട്ട് കൊടുക്കരുത്, ചോറിടരുത്. ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി, പ്ലേറ്റ് നിറയെ ഇടരുത്. നിങ്ങൾക്കൊരു പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കളയേണ്ടി വരും. കുറച്ചെടുക്കുക, ടേസ്റ്റ് നോക്കുക. എല്ലാം അങ്ങനെ തന്നെ. ചിക്കൻ ഉണ്ടാകും, ഫിഷ് ഉണ്ടാകും, റൈസ് ഉണ്ടാകും, പൊറോട്ട ഉണ്ടാകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാകും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവം ഉണ്ടാകും. അതിൽ നിന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് ചോറ്, കുറച്ച് കറി എടുത്തു. കറി ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, അടുത്ത കറി ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കി തീർക്കാം. നിറയെ ആദ്യം തന്നെ നിറയെ എടുത്താലോ ഇഷ്ടപ്പെടാത്തത് ഒന്നുകിൽ നിർബന്ധിതനായി തിന്നേണ്ടി വരും, അല്ലെങ്കിൽ കളയേണ്ടി വരും. അതേപോലെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അതിഥികളുടെ മുമ്പിൽ ഭക്ഷണം വെക്കണം. എന്ത് ഭക്ഷണവും വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തും വെക്കാം, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം അതിഥിക്ക് കൊടുക്കണം, എന്തും വെക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിഥികളോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഭക്ഷണം വെച്ചിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഒന്ന് വേണമെങ്കിൽ സാമ്പിൾ ഇട്ട് കൊടുക്കുക, ഒരു സ്നേഹത്തിൽ നിന്നിട്ട് കൊടുക്കുക. അതല്ലാതെ അവന്റെ വയറ് നിറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ തിന്നിക്കാണെന്ന ഫിഷ് ഇട്ടോളൂ, ചിക്കൻ ഇട്ടോളൂ, ചോറിട്ടോളൂ. ഇത് ഭാര്യ ഉണ്ടാക്കിയാണ് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് വിഷമാകും. നിങ്ങളെ ഭാര്യയ്ക്ക് വിഷമമാകും എന്ന് പറഞ്ഞ് ഇയാൾ പോയിട്ട് വെന്റിലേറ്ററിൽ കിടക്കണോ? ഇയാൾ രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിക്കണോ? നിങ്ങളെ ഭാര്യയ്ക്ക് വിഷമാവെന്ന് വിചാരിച്ച്? അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന അതിഥികളെ തിന്നാൻ നിങ്ങൾ നിർബന്ധിപ്പിക്കരുത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ പോലെയുള്ള ആളുകൾ, ഉസ്താദുമാരെ പോലെയുള്ള ആളുകൾ, പാണക്കാട് സയ്യിദന്മാർ, അവരവസ്ഥ ചിന്തിച്ചു.
ഒരു പരിപാടിക്ക് കല്യാണത്തിന് വരും. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ആഗ്രഹം എൻ്റെ വീട്ടിലേക്കും വരണം, എൻ്റെ വീട്ടിലേക്കും വരണം, എൻ്റെ വീട്ടിലേക്കും വരണം. അവിടെ മരിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് വീട് കൂടിയിട്ടുണ്ട്, ഇപ്പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്ത് പിന്നെ കുടിയിരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കൊണ്ടുപോകണം തങ്ങന്മാരെ. അപ്പൊ തങ്ങൾ എന്ത് ചെയ്യും? ഒരു വീട്ടിൽ കല്യാണത്തിന് നിക്കാഹിന് വന്നതാ, സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കഴിക്കേണ്ടി വരില്ല, തങ്ങൾ കഴിക്കേണ്ടി വരും. കഴിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ചില ആളുകൾ മാന്യതയില്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു കൊടുക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. എന്റെ പ്ലേറ്റിലേക്ക് ഒരാൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഫിഷിന്റെ ഒരു ഭാഗം ഇട്ട് തന്നു. സത്യത്തിൽ എനിക്ക് ഫിഷ് ഇഷ്ടമില്ല എന്ന് സങ്കല്പിക്കുക. എനിക്ക് ഫിഷ് ഇഷ്ടമില്ല, അയാൾ ഫിഷ് ഇട്ടുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വസ്തുവിനെ അയാൾക്ക് വേണ്ടി ഞാൻ കഴിക്കേണ്ടി വരൂലേ? എന്നെ ഇയാൾ വീട്ടിലേക്ക് സൽക്കരിക്കാൻ വിളിച്ചതാണ്, എന്നിട്ട് ഞാൻ എന്താ കഴിക്കുന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്തത് അയാൾക്ക് വേണ്ടി നിർബന്ധിതനായിട്ട് കഴിക്കാൻ. അപ്പൊ എന്താണ് അവിടുത്തെ മാന്യത? ഇഷ്ടമുള്ളത് അയാൾ എടുക്കാൻ അനുവദിക്കലല്ലേ? എനിക്കിഷ്ടം മട്ടനായിരുന്നു, എനിക്ക് മട്ടൻ കഴിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇയാൾ ആദ്യം തന്നെ ഫിഷ് ഇട്ടെന്നു. ഇനി ഇത് കളഞ്ഞ അയാൾക്ക് വിഷമാവെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് തീരുന്നത് വരെ കഴിച്ച അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ കഴിയാതെ ഞാൻ പോണ്ടി വരൂലേ? അതുകൊണ്ട് വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കൂല വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എനിക്ക് ചിലപ്പോൾ ഇഷ്ടം വെജായിരിക്കും, മട്ടൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആരായാലും അവിടെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടതെടുക്കാം. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, ഫിഷും ചിക്കനും ബീഫും മട്ടനും വെജും എല്ലാം വെച്ച് നിങ്ങൾ വേണ്ടതെടുത്തോളൂ എന്ന് പറഞ്ഞ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ആദരണീയരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോ അവരെ നിങ്ങൾ ഇത് കഴിക്ക് ഇതിന്റെ ഭാര്യ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കാൻ പാടില്ല. അത് അയാളെ പീഡിപ്പിക്കുന്നതിന് സമാനമാണ്. ഒരു മനുഷ്യൻ മൂക്കറ്റം വരെ തിന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വീണ്ടും ഒരു മട്ടൻ ബിരിയാണി കൊണ്ടുപോയിട്ട് നിങ്ങൾ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് പീഡനമാണോ? അല്ലേ? നിങ്ങൾക്കയ്യോ കഴിക്കാൻ? നിങ്ങൾക്കയ്യോ? ഒരു കല്യാണത്തിന് പോയി നിങ്ങൾ നല്ല മട്ടൻ ബിരിയാണി അടിച്ച് മൂക്കറ്റം വരെ അടിച്ച് അവിടുന്ന് ജ്യൂസും ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ നിങ്ങളെ ഒരു സൽക്കാരത്തിന് വിളിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി പോകുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ വേറെ ഫുള്ളാണ്. അല്ല, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. നിങ്ങൾ ആലോചിക്കേണ്ട തങ്ങന്മാരെ കുറിച്ചൊക്കെ ആലോചിച്ചു. അവരവിടെ പോയിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെയുണ്ട് മട്ടൻ ബിരിയാണി, മന്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ പ്ലേറ്റ് നിറയെ മന്തി ഇട്ട് കൊടുത്തു. ഈ തങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കഴിയുമോ? നിങ്ങൾ അയാളോട് തിന്നാൻ പറഞ്ഞാൽ അതൊരു പീഡനമല്ലേ? അല്ലേ? അതൊരു പീഡനാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി തിന്നും, അവസാനം അവർ രോഗിയായിട്ട് മരിച്ചു പോകും. പ്രായമെത്തുന്നതിനും മുമ്പേ, ആയുസെത്തുന്നതിനും മുമ്പേ അവർ നിങ്ങൾ കൊന്നുകളയും. അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് ഇത് തിന്ന് എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കാതെ ഓരോ ആളുകൾക്ക് ആവശ്യമുള്ളത് അവരെടുത്ത് കഴിച്ചോട്ടെ എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇന്നത്തെ വീട്ടിൽ നിർബന്ധിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം. അവരവിടെ വെച്ചു, ഞാൻ വേണ്ടി എടുത്ത് ഞാൻ കഴിച്ചു. എന്നോട് ഇത് തിന്നെന്ന് പറഞ്ഞു ഒരു വാക്ക് പോലും നിർബന്ധിപ്പിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ മാന്യത. എനിക്ക് വേണ്ടത് ഞാൻ എന്തായാലും കഴിക്കൂലേ? എനിക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയൊക്കെ ഉള്ള സമയമല്ലേ? ഞാനിനി കഴിക്കാതെ ഇങ്ങനെ ഇരിക്കൂലല്ലോ. എന്തെങ്കിലും അവരിട്ടോട്ടെ, എനിക്കെന്തിന് എൻ്റെ വേറെ നിറക്കാൻ വേറെ ആളെ നാണിച്ചിട്ട് എന്താ കാര്യം? നാണിച്ചവനും കിട്ടൂല, ഭക്ഷണം കിട്ടൂല. അങ്ങനെ കാലൊക്കെ പോയിട്ടുണ്ട്, നാണത്തിന്റെ കാലൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് നമ്മൾ മാന്യത കാണിക്കണം. ഹോട്ടലിൽ പോയാൽ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കണ്ടമാനം ഓർഡർ ചെയ്യരുത്, കുറച്ച് ഓർഡർ ചെയ്യാം. 4 കൂടി ഹോട്ടലിൽ പോയാൽ 8 പൊറോട്ട ഓർഡർ ചെയ്യരുത്, 4 പൊറോട്ട ഓർഡർ ചെയ്യാം. ബട്ടർ ചിക്കൻ ഫുൾ ഓർഡർ ചെയ്യരുത്, ഒരു ഹാഫ് ഓർഡർ ചെയ്യാം. അൽഫാം ആണെങ്കിൽ ഓരോ ആളുകൾക്ക് ഓരോ പീസ്, അൽഫാമിന്റെ കൂടെ ഗ്രിൽ ചിക്കൻ വേറെ എല്ലാം ഓർഡർ ചെയ്യരുത്. അങ്ങനെ ഒരു പൊറോട്ടയും അൽഫാമിന്റെ ഒരു കഷ്ണം തിന്നുമ്പോൾ നിങ്ങൾക്ക് വേറെ നിറയും. അപ്പൊ ആ നിറഞ്ഞില്ലെങ്കിൽ ആവശ്യമുണ്ടാകുമ്പോൾ വേറെ ഒന്നും കൂടി ഓർഡർ ചെയ്യാം. അതല്ലാതെ ഇതൊക്കെ തിന്ന് മൂക്കറ്റം വരെ തിന്നിട്ട് സാധനമൊക്കെ ഇവിടെ ബാക്കിയാണ്, ഒന്നുകിൽ അത് കളിയും അല്ലെങ്കിൽ വീട്ടിലേക്ക് പാർസൽ എടുക്കും. ആർക്ക് ഞങ്ങളെ ബാക്കിയുണ്ട്? നിങ്ങളെ ഭാര്യക്കോ നിങ്ങളെ മക്കൾക്കോ? നിങ്ങൾ തിന്നിട്ട് നല്ല ഫ്രഷ് തിന്നിട്ട് ബാക്കിയുള്ളത് വീട്ടുകാർ കൊണ്ടേ കൊടുക്കാനോ? അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്യുക. അത് കുറഞ്ഞാലും ഞാനൊരു ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഹാഫ് ബിരിയാണി. എനിക്ക് സത്യത്തിൽ ഒരു ബിരിയാണി എനിക്ക് ഫുള്ള് തിന്ന് തീർക്കാൻ കഴിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. ഞാൻ പൊറോട്ട എടുക്കും, ഒരു പൊറോട്ട തിന്ന മനുഷ്യനാണ്. ഒരു പൊറോട്ട തിന്നുമ്പോൾ തന്നെ വേറെ ഫുള്ളാവും. ഏതെങ്കിലും ചില കട്ടകാലത്ത് നല്ലോണം വിഷന്നാൽ 2 തിന്നൊക്കെ വരും, എന്നാലും ഒന്നാണ് ഞാൻ തിന്നത്. ഞാൻ അങ്ങനെ ഒരു ഹോട്ടലിൽ ഇപ്പോൾ ഒരു ബിരിയാണി ഞാൻ പറഞ്ഞു ഹാഫ് ബിരിയാണി തരും. അപ്പോൾ അയാളെന്നെ കളിയാക്കി. ഇതിനാകെ 70 രൂപയുള്ളൂ മനുഷ്യ, ആകെ 70 രൂപയുള്ളൂ, ഇതിന് നിങ്ങൾക്ക് ഹാഫാക്കി തരണമെന്ന് ചോദിച്ചാൽ അയാൾ ചിന്തിച്ചെന്താണ്? ഞാൻ പൈസ ലാഭാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഫാക്കാൻ പറഞ്ഞത്.
എന്നെ സംബന്ധിച്ച് അയാൾ 70 തന്നെ എടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചോറ് ഞാൻ തിന്നിട്ട് ബാക്കി കളയേണ്ട ഒരവസ്ഥ വരരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹാഫിന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ബിരിയാണി മൊത്തം തിന്നാൻ കഴിയും? സത്യത്തിൽ ഞാൻ ഇന്ന് എനിക്ക് കോഴിക്കോട്ടേക്ക് ഒരാൾ ബിരിയാണി പാർസൽ ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് ഫുൾ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ബിരിയാണി. അപ്പോ കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മൂക്കറ്റം വരെ തന്ന രോഗിയാവണ്ട, അത് കളഞ്ഞോളി, ആർക്കെങ്കിലും കൊടുത്തോളി. അടുത്തുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതാണ് ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞത്, വെറുതെ തിന്നിട്ട് രോഗിയാവണ്ട എന്നാണ്. ആരോഗ്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു നമ്മൾക്കൊക്കെ ബോധം തരട്ടെ, ഹാഫിയത്തും ആരോഗ്യവും അള്ളാഹു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നിങ്ങൾ നോക്ക്. ഞാൻ നിർത്താനുള്ള സമയം നിർത്തട്ടോ, എനിക്ക് തിരക്കൊന്നുമില്ല, 1.5 മണിക്കാണ് എൻ്റെ ട്രെയിൻ. ഞാൻ പിന്നെ നേരത്തെ നിർത്തിപ്പോയിട്ട് അവിടെ കിടന്നുറങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ നിൽക്കുക, പ്രസംഗിക്കണം, എന്തുകൊണ്ട് വേണം ചെയ്യും, നിങ്ങൾ ഇഷ്ടമാണ്. എപ്പോൾ നിർത്തണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ നിർത്തി. എനിക്ക് മൈക്ക് തിന്നാൻ താല്പര്യമൊന്നുമില്ല. ചില ആളുകളുണ്ടാവും നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ പ്രസംഗിക്കാൻ വിളിച്ചാലേ പുതിയാപ്പിളിനെയും പുതുനാരിയൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, പരിസരബോധമില്ലാതെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നിട്ടോ ആ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ ബിരിയാണിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളിങ്ങനെ നിക്കാഹിൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നിസ്കരിക്കാൻ പോലും പാടില്ല എന്നല്ല പറഞ്ഞത്. ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ പോലും പാടില്ല എന്നല്ലേ. ആദ്യം ഭക്ഷണം കഴിക്കണം, പിന്നെ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ പഠിപ്പിച്ച മതാണിത്. എന്നിട്ട് അവിടെ നിന്നാണ് നിക്കാഹിൻ്റെ സദസ്സിൽ പോയിട്ട് പുതിയാപ്പിളിനെയും അമ്മോച്ചനൊക്കെ ഇരുത്തി വിശക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കഥ പറയാം, കുറേ കഥ പറയാം. എടുത്തിട്ടൊരു പ്രശ്നം ഉണ്ടായി എൻ്റെ നാട്ടിൽ, എൻ്റെ മഹല്ലിൽ. പ്രസംഗിച്ചു, പുതിയാപ്പിള ഇരുന്നിട്ട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ പ്രസംഗിക്കൽ ഇങ്ങനെയാണ്. പുതിയാപ്പിള സ്റ്റേജിൽ വന്ന് ഇരിക്കുന്നത് വരെ ഞാൻ പ്രസംഗിക്കുള്ളൂ, അതിനപ്പുറം ഞാൻ 1 മിനിറ്റ് ഞാൻ പ്രസംഗിക്കില്ല. പുതിയാപ്പിള സ്റ്റേജിലേക്ക് ഇരുന്നാൽ എന്തായാലും നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന സമയമല്ലേ, അത് ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ ഭക്ഷണത്തെ എത്ര കുതിച്ചിട്ട് കാര്യമില്ല, ഭക്ഷണം കിട്ടൂല. അപ്പോൾ പുതിയാപ്പിള വന്ന് ഇരിക്കുന്നത് വരെ ഞാൻ പ്രസംഗിക്കാറുണ്ട്, പുതിയാപ്പിള വന്നാൽ ഞാൻ നിർത്തും. അങ്ങനെ പുതിയാപ്പിള വന്നതിന് ശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പ്രസംഗം കേൾക്കാൻ വന്നല്ല, കല്യാണത്തിന് വന്നാണ്. സദസ്സ് അലങ്കോലായോ? വേറൊരു ജില്ലയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് നിക്കാഹിന് വന്നതാണ്. എണീറ്റ് എന്നിട്ട് പ്രസംഗം നിർത്തി, മതി, ഞങ്ങൾ നിങ്ങളെ പ്രസംഗം കേൾക്കാൻ വന്നല്ല, ഞങ്ങളിവിടെ കല്യാണം ക്ഷണിച്ചിട്ട് വന്നാണ്. ക്ഷമ നഷ്ടപ്പെട്ടു പോയി ആളുകളുടെ. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു എത്ര നേരം പ്രസംഗിച്ചാല്. ഇതിൻ്റെയൊക്കെ കൂടെ ചില ഉസ്താദുമാർ നിക്കാഹ് കഴിഞ്ഞിട്ട് അരമണിക്കൂറൊക്കെ ദുആ ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്. ഞാൻ അങ്ങനെ ഒരു ദിവസം പെട്ടുപോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിടിക്കാൻ വേണ്ടി എനിക്ക് വേണം, ഞാൻ നിക്കാഹിനുണ്ടായിരുന്നു, ഖുതുബ ഞാനായിരുന്നു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് മഹല്ലാകുമ്പോൾ നിർബന്ധിപ്പിച്ച് നിങ്ങൾ വരണം എന്നൊക്കെ നിർബന്ധിച്ച് കൊണ്ടുപോകില്ല, അങ്ങനെ പോയത്. അപ്പം ഞാൻ നിക്കാഹ് ഖുതുബ കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിപ്പിച്ച് ഉസ്താദ് ദുആ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് അറിയുന്ന ഔലിയാക്കന്മാരൊക്കെ ഹദ്റത്തിലേക്ക് വിളിച്ചു. ലോകത്തുള്ള ഔലിയാക്കന്മാരെ വിളിച്ച എന്തായാലും 10 മിനിറ്റ് അതിന് വേണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാന്റെ 99 പേരും വിളിച്ചയാള്. യാ റഹീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ എന്നിങ്ങനെ പഠിച്ചോൻ്റെ 99 പേരും വിളിച്ചു. ഞാൻ സത്യം ദുആ പൂർത്തീകരിക്കാൻ നിൽക്കാതെ ഞാൻ എണീറ്റിട്ട് പോയി. കാരണം എനിക്ക് അയാളെ ദുആല്ല ഇമ്പോർട്ടൻറ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ട്രെയിനാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പകുതി പോയി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ വിളിച്ചു, ദുആ കഴിഞ്ഞു. ദുആക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈർ എന്നയാൾ ദുആർന്നിട്ടില്ല. സുന്നത്തായ ദുആ അയാൾ ദുആർന്നിട്ടില്ല. അതാണ് സുന്നത്ത്. നിക്കാഹിന്റെ സദസ്സിൽ സുന്നത്ത് എന്താണ്? ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. ആഫിയത്തോടെ, ഇണക്കത്തോടെ, സ്നേഹത്തോടെ അള്ളാഹു നിങ്ങളുടെ 2 പേരുടെയും ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന ദുആയാണ് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ ദുആ ചെയ്യാതെയാണ് കണ്ട ഔലിയാക്കന്മാരുടെ ഒക്കെ ഫാത്തിഹ അയാൾ അധികം ചെയ്തത്. ഇതിനെയാണ് കോമൺ സെൻസ് ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ സന്ദർഭവും സാഹചര്യവും നോക്കിയിട്ടാണ് എപ്പോഴും എങ്ങനെയും ചെയ്യേണ്ടത്. സന്ദർഭവും സാഹചര്യവും നോക്കാതെ ചെയ്യുന്നത് ആളുകൾക്ക് ദീനിനോട് മടുപ്പ് തോന്നിക്കും. നിസ്കരിക്കാൻ ടൗൺ പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ള പള്ളികളിൽ. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ നീട്ടി ഓതാ സൂറത്ത് ഓതിയാൽ എന്താ സംഭവിക്കുക? പല ആളുകൾക്കും ട്രെയിൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ചെറിയ ദുആ, ചെറിയ സൂറത്തുകൾ, ആളുകൾക്ക് പ്രയാസപ്പെടുത്താത്ത രീതിയിലുള്ള നിസ്കാരം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീട്ടി നിസ്കരിക്കുന്നതിന് വരെ നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ദീനിനോട് മടുപ്പ് വരരുതെന്ന്. ഇപ്പൊ ഞാൻ നിങ്ങളിങ്ങനെ പ്രസംഗിക്കാൻ, ചില ആളുകൾക്ക് എണീറ്റിട്ട് പോവാൻ മടി. എങ്ങനെ എണീറ്റിട്ട് പോവാ അല്ലേ? കാസർഗോഡ് നിന്ന് വന്നിട്ട് എങ്ങനെ എണീറ്റിട്ട് പോവാ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും നിർത്തണോ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും നിർത്തണ്ട ഉസ്താദേ. നിർത്തണം എന്ന് ആരെങ്കിലും പറയാം? മുമ്പ് മോശമല്ലേ? നിർത്തണം എന്ന് വെച്ചാൽ നിർത്തണം എന്ന് ആരെങ്കിലും പറയും? ആരും പറയില്ല. നിങ്ങൾ തുടർന്ന് ഉസ്താദേ. എന്നാലും മനസ്സിലുള്ളത് ഇയാൾ നിർത്തണം. അങ്ങനെ ഞാൻ പ്രസംഗിക്കുന്നത് പീഡനമാണ്, നിങ്ങളോട് ചെയ്യുന്ന പീഡനം. ഏതുപോലെ വയറ് നിറഞ്ഞവന്റെ മുമ്പിലേക്ക് വീണ്ടും ബിരിയാണി കൊണ്ട് വെക്കുന്നത് പീഡനമായതുപോലെ കേട്ടുമടുത്ത് നിങ്ങളോട് പിന്നെയും പ്രസംഗിക്കുന്നത് ഒരു പീഡനമാണ്. ആ പീഡനം ഞാൻ ചെയ്യാൻ പാടില്ല നിങ്ങളോട്. നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ സാഹചര്യങ്ങൾ നോക്കിയിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പറയണേ, എത്ര മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എത്ര മണിക്ക് നിർത്തണം സോയിൽ സാർ? 10:50. അതിന് എത്ര മിനിറ്റ് പോകണമെന്ന് പറഞ്ഞാൽ മതി. 10:40. എത്ര മിനിറ്റ് പോകണം? 11 മണി വരെ മതിയോ? മതി. 11 മണിക്ക് നിർത്താം അല്ലേ? ഓക്കെ, 10 മിനിറ്റ് ഉണ്ട്. ആർ യു ഓക്കെ? ഫൈൻ അല്ലേ? ഇനി തുടരണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ കൈപ്പൊക്കിയ 11 മണിക്ക് ശേഷം തുടരാൻ. വെരി ഗുഡ്. ഓക്കെ, ഞാൻ തുടരുന്നില്ല. എന്തായാലും ഞാൻ തുടരുന്നില്ല ഇൻഷാ അല്ലാഹ്. ഏതായാലും നിങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. തുടരണോന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ നല്ലോണം ശ്രദ്ധിക്കുക. അത് ദീനിന്റെ ഒരു ഭാഗമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. നബി തങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ. രാവിലെ എണീറ്റ് സുബഹയുടെ കുനൂത്തിലൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. പടച്ചോനെ, ആരോഗ്യം നൽകിയവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ റബ്ബേ. നീ ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം നൽകി, അതേപോലെ എനിക്കും നീ ആഫിയത്തിനെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. വേറൊരു ദുആ എന്താണ്? അല്ലാഹുമ്മ അസ്ബഹനാ വഅസ്ബഹൽ മുൽകു ലില്ലാഹ് വൽഹംദുലില്ലാഹ്. ഇങ്ങനെ പോയിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനിനാ വദുനിയാനാ വഅഹ്ലിനാ വമാലിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിലും ഞങ്ങളുടെ ദുനിയാവിലും അഫ്വിനെ തരണേ അല്ലാ, ആഫിയത്തിനെ തരണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്തിനെ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി വസംഇ വബസരി. പടച്ചോനെ, എൻ്റെ കണ്ണിന് ആരോഗ്യം തരണേ, ചെവിക്ക് ആരോഗ്യം തരണേ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നബി തങ്ങൾ ആവശ്യപ്പെട്ടു. വേറൊരു ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സഫാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. പടച്ചവനെ, എൻ്റെ ആഫിയത്ത് നീങ്ങിപ്പോവാതിരിക്കാൻ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി എന്നിങ്ങനെ പറഞ്ഞ് കുഷ്ഠത്തിൽ നിന്നും വെള്ളപ്പാണ്ടിൽ നിന്നും ജുദാമി, അങ്ങനെ ഓരോ അസുഖങ്ങളിൽ നിന്നും കാവൽ ചോദിക്കുന്ന വേറെയും ദുആകളുണ്ട്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇഫ്തിറാഷിന്റെ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വജ്ബിർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എനിക്ക് നീ ആഫിയത്തിനെ തരണേ അല്ലാഹ്. എത്ര ദുആ ഉണ്ടെന്നറിയോ? നബി തങ്ങൾ പഠിപ്പിച്ച ദുആകളിൽ നല്ല ഒരു സ്ഥാനം, മൃഗീയമായ ഒരു സ്ഥാനം ആഫിയത്തിന് ചോദിക്കുന്നതിനുണ്ട്. ഇനി നിങ്ങൾ പറ, ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളിങ്ങനെ പെരുകാൻ, ഹോസ്പിറ്റലുകളിൽ മുസ്ലിം പെണ്ണുങ്ങളും മുസ്ലിം പുരുഷന്മാരും വർദ്ധിക്കാനുള്ള കാരണം, ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. 2, പ്രീക്കോഷൻ നമ്മൾ എടുക്കുന്നില്ല. അസുഖം വരാതിരിക്കാനുള്ള നിയന്ത്രണം നമ്മൾ ചെയ്യുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർച്ചറി പഠിക്കാൻ പറഞ്ഞു, അമ്പെയ്യാൻ പറഞ്ഞു. ഇർമൂ ബനി ഇസ്മായിൽ, ഇസ്മായിലിന്റെ മക്കളെ നിങ്ങൾ അമ്പെറിയണം. അമ്പേറ് പഠിക്കാൻ പറഞ്ഞു. കുതിര സവാരി പഠിക്കാൻ പറഞ്ഞു. കുതിര സവാരി, ഹോഴ്സ് റൈഡിംഗ് എന്നുള്ളത് ഏറ്റവും വലിയ എക്സസൈസ് ആണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഇളകുന്ന, ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ ഇതിനേക്കാളും വലിയൊരു എക്സസൈസ് വേറില്ല. അതുകൊണ്ടാണ് അവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ഹോഴ്സ് റൈഡ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നിങ്ങൾ വിചാരിക്കും ഹോഴ്സ് റൈഡ് എന്ന് പറഞ്ഞാൽ കാറിനെ പോലെ ഇങ്ങനെ തിരിച്ചു പോവാണല്ല. 1 മണിക്കൂർ ഹോഴ്സ് റൈഡ് ചെയ്താൽ നല്ല ടയർഡാകും. നിങ്ങളുടെ നാട്ടിൽ ഹോഴ്സിന്റെ എവിടെ സ്ഥലമുണ്ട്? തൃശ്ശൂര്. നിങ്ങളുടെ നാട്ടിലുള്ള 3 സ്റ്റാഫ് എൻ്റെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
നിങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾ. ഇവിടുന്ന് കുതിര കൊണ്ടുപോയിട്ട് 3-4 കുതിര ഉണ്ട് നമ്മുടെ സ്കൂളിൽ. അവിടുത്തെ കുട്ടികൾക്ക് ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കാൻ തൃശ്ശൂർ ജില്ലയിലുള്ള 3 ആളുകൾ, അഫ്സൽ, അജ്മൽ എന്നൊക്കെ പേരുള്ള. അപ്പോൾ ഹോഴ്സ് റൈഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ്. നബി തങ്ങളത് പഠിക്കാൻ പറഞ്ഞു. സ്വിമ്മിങ് അതും വളരെ പ്രധാനമാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഒരു എക്സസൈസാണ്. നമ്മളൊന്നുമില്ല, വീട്ടിന്റെ മുന്നിൽ കാർ നിർത്തും, വീട്ടിലേക്ക് ആകെ നടക്കൽ വീട്ടിൻ്റെ ഉള്ളിലാണ്. പള്ളിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് സഫിൽ നിന്ന് 1-ാമത്തെ സഫിലേക്കുള്ള നടത്തം, വീട്ടിൽ നിന്ന് റൂമിലേക്കും, റൂമിൽ നിന്ന് പിന്നെ ലിവിംഗ് റൂമിലേക്കുള്ള നടത്തം, ഡൈനിങ് ടേബിളിലേക്കുള്ള നടത്തം. വേറെ എപ്പോഴാണ് നമ്മൾ നടക്കുന്നത്? ഓക്കെ, നിങ്ങൾ നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഭക്ഷണം 3-1 അതുമില്ല. മൂക്കറ്റം വരെ തന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യണ്ടേ, ബേൺ ചെയ്യണ്ടേ, ഫാറ്റ് ബേൺ ചെയ്യണ്ടേ. നമ്മൾ തിന്നുന്ന മട്ടന് കണക്കുണ്ടോ? ആഴ്ചയിലൊരിക്കലും മട്ടൻ തിന്നാൽ മതി, ആഴ്ചയിലൊരിക്കലും ബീഫ് തിന്നാൽ മതി. ദിവസവും ബീഫ് മട്ടനാണ്. സത്യം ഞാൻ പറഞ്ഞാല് ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുവിട്ടിരിക്കലാണ്, ഹോട്ടലിൽ വിട്ടിരിക്കലാണ്. വീട്ടിൽ ചിക്കനും ബീഫും മട്ടനും ഉണ്ടാവും. എപ്പോൾ നോക്കിയാൽ അതേ ഉണ്ടാവും. ഒന്നുകിൽ ബീഫ്, വൈഫ് ഹൗസിലാണെങ്കിൽ അവിടെ അങ്ങനെ ബീഫ്, മട്ടൻ, ചിക്കൻ. ഞാൻ അവിടെ നിന്ന് കഴിക്കാറില്ല. ഞാൻ ബഹുഭൂരിഭാഗം ദിവസം ഹോട്ടലിൽ വിട്ടാണ് എന്തെങ്കിലും വെജ് കഴിക്കലാണ്. വെജ് കാണാനുള്ള ബൂതി കൊണ്ടേക്കില്ല. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ദിവസവും ഈ ഇറച്ചി, ചിക്കന്, ബീഫ്, മട്ടൻ, ഫിഷ് അല്ലാതെ ഒരാഴ്ചയിലൊരിക്കൽ കഴിക്കേണ്ടത് ദിവസവും കഴിച്ചാൽ എന്താവും? ഒരു പാരസിറ്റമോൾ പനിക്ക് കഴിക്കാം, ഒരു 5 പാരസിറ്റമോൾ ഒന്ന് വെച്ചാൽ അയാൾ ഡെഡ് ആവും. ഇല്ലേ? ആവൂലേ? കുട്ടികൾക്ക് 1/2 ടാബ്ലറ്റ് കൊടുക്കണം എന്തിനാ പറയുന്നത്? കുട്ടികൾക്ക് എന്തിനാ ഡോസ് കുറക്കുന്നത്? കുട്ടികൾക്ക് അതിനുള്ള ശേഷിയില്ല അത് പ്രതിരോധിക്കാൻ. അതേപോലെ തന്നെയാണ് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ട ബീഫ് ദിവസവും കഴിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ രോഗികളാവും. അപ്പൊ പ്രാർത്ഥനയുടെ കൂടെ, ഭക്ഷണ നിയന്ത്രണത്തോടുകൂടെ എക്സർസൈസ് കൂടി ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. നടക്കണം, ഓടണം, കളിക്കണം, എല്ലാം നിർബന്ധമാണ്, എല്ലാം അനിവാര്യമാണ്. മക്കൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കണം. ആകെ ഒരു 1 മണിക്കൂറൊക്കെ ഒരു സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കെഡ്യൂൾ ഉണ്ടാവണം. സ്ക്രീൻ ടൈം വൈകുന്നേരം വന്നാൽ സ്ക്രീൻ ടൈം അല്ല, വൈകുന്നേരം വന്നാൽ പുറത്ത് കളിക്കാൻ വിടണം കുട്ടികൾ. മൊബൈൽ കൊടുക്കരുത്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാവിലെ ഒരു 1/2 മണിക്കൂറോ, അല്ലെങ്കിൽ രാത്രി ഒരു 1/2 മണിക്കൂറോ, അല്ലെങ്കിൽ സൺഡേകളിലോ, അല്ലെങ്കിൽ വെക്കേഷനുകളിലോ, ഇത്തരം ദിവസങ്ങളിലാണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നിനക്ക് ഞാൻ സ്ക്രീൻ ഉപയോഗിക്കാം, അഥവാ ഫോണോ ടിവിയോ ഉപയോഗിക്കാൻ തരാം. സ്ക്രീൻ ടൈം എന്നാണ് ഞാൻ പറയാം. ഒരു ദിവസത്തിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. അത് വൈകുന്നേരം ഒരു കാരണവശാലും കൊടുക്കരുത്. അവന് കളിക്കാൻ വിടണം. അല്ലെങ്കിൽ രാവിലെ നല്ല ബർക്കത്തുള്ള സമയമാണ്, ആ സമയത്ത് പഠിക്കാനും മദ്രസയിൽ പോകാനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കളിക്കാൻ പോകും. അങ്ങനെ കളിക്കാൻ പോയാൽ വൈകുന്നേരം സ്ക്രീൻ ടൈം കൊടുക്കുക. അതല്ലാതെ മുഴുവൻ സമയവും മൊബൈൽ കളിച്ചിരിക്കുക, വേറെ നിറയെ ഭക്ഷണം കഴിക്കുക, ആരോഗ്യപരമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക, ഇതൊക്കെ വലിയ വയറുള്ള, ആരോഗ്യമില്ലാതെ, സ്റ്റാമിനയില്ലാത്ത കിതക്കുന്ന ശരീരമായി നമ്മുടെ ശരീരം മാറാൻ കാരണമാകും. അസുഖം വരുമ്പോൾ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുണ്ടാവൂല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കൂടെ ഭക്ഷണത്തിന്റെ നിയന്ത്രണം, ആരോഗ്യം നിയന്ത്രിക്കാനുള്ള ഓട്ടം, ഇതെല്ലാം നിർബന്ധമാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം പാത്രം നിങ്ങൾ ക്ലോസ് ചെയ്യണം. രാത്രി ഉറങ്ങുമ്പോൾ എല്ലാ പാത്രവും അടച്ചു വെക്കണം. ഭക്ഷണത്തിന്റെ പാത്രം തുറന്നു വെക്കരുത്. ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരു റാപ്പ് ചെയ്യാനുള്ള ഒരു പേപ്പർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. റാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുക. അപ്പൊ പാത്രത്തിൽ കറി ബാക്കി ഉണ്ടാവരുത്. ഉമ്മമാർക്ക് കുറച്ചെങ്കിലും നിങ്ങൾ ഒരു ശ്രദ്ധയോടുകൂടി പാചകം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം എത്രയാണ് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടത് എന്ന്. ഞാൻ വീട്ടിൽ ചായ വെക്കാറുണ്ട്, എൻ്റെ ഭാര്യയും ചായ വെക്കാറുണ്ട്. ഞാൻ ചായ വെച്ചാൽ എത്ര ആളാണ്? 4 ആളാണെങ്കിൽ 4 ആളുടെ ക്ലാസ് നിറഞ്ഞിട്ട് ഒരു ഇറ്റ് ചായ ബാക്കി ഉണ്ടാവില്ല. എന്തേ? അളന്നിട്ടാണ് ചായ വെക്കുക. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ചായ 4 ആൾക്ക് വെച്ചാൽ 5 ആളെ ചായ ബാക്കി ഉണ്ടാവും. ആ ചായ കൊണ്ടിട്ട് കളയേണ്ടി വരും. ഇതേപോലെ കറി വെക്കുന്നൊരുമ്മ ഉച്ചയ്ക്ക് കറി വെച്ചാൽ ആ ഉച്ച ഭക്ഷണം കഴിഞ്ഞാൽ തീരണത്, ബാക്കി ഉണ്ടാവാൻ പാടില്ല. ബാക്കി ഉണ്ടാകുന്നത് നിങ്ങളെ തെറ്റാണ്, നിങ്ങളുടെ അശ്രദ്ധയാണത്. രാത്രിക്ക് പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഉച്ചയ്ക്ക് തീരണത്, അതിനനുസരിച്ച് കറി ഉണ്ടാക്കണം. രാത്രി ഭക്ഷണം ഉണ്ടാക്കിയാൽ രാവിലേക്ക് വെക്കരുത്, ഫ്രിഡ്ജ് ഉപയോഗിക്കരുത്. അതിനു വേണ്ടി ഒരു തവണ ചൂടാക്കിയ ഭക്ഷണം 2ാമത് ഫ്രിഡ്ജിൽ കയറ്റരുത്.
നിങ്ങൾക്ക് എന്ത് ഇത്ര കാലം ഭക്ഷണം ഉണ്ടാക്കിയിട്ടും ഒരു കണക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എത്ര വേണം? നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കൾ, നിങ്ങളെ ഭാര്യ, നിങ്ങളെ ഭർത്താവ്, മക്കളല്ലേ ഉള്ളൂ. പുറത്ത് നാള് വരുമ്പോഴല്ലേ തികഞ്ഞില്ലെങ്കിൽ പുതിയ ഉണ്ടാക്കുക. പുറത്ത് നാള് വരുമ്പോൾ എപ്പോഴും ആളുണ്ടാവില്ലല്ലോ, ആള് വരുമ്പോഴല്ലേ. അപ്പൊ നമുക്ക് പുതിയ ഉണ്ടാക്കാം, ഉണ്ടായിക്കൂടെ? എത്ര സമയം വെയിറ്റ് ചെയ്യാൻ അതിഥിക്ക് കഴിയുമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആളം പിടിച്ച് ഹോട്ടലിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് കൊടുക്കാം. അപ്പോ ഞാൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കണക്കറിയാത്തത്? ഒരു വീട്ടിൽ 4 മക്കളും ഭർത്താവുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് 10-100 ഇസ്പത്തിൽ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കറിയാം ഒരു മക്കൾ എത്ര കഴിക്കണം? 5. ഇന്നലെ 4 കഴിച്ച്, ഞാൻ 4 കഴിച്ച്. അപ്പൊ ഈ കുട്ടിക്ക് 4 മതി, ഭർത്താവിന് 5 വേണം, ഈ കുട്ടിക്ക് 2 മതി. ആ ഒരു കണക്ക് പ്രകാരം ഒരു പത്തിരി പോലും ബാക്കി തികഞ്ഞില്ലെങ്കിൽ എന്താ, മരിച്ചോ? 4 തിന്നേണ്ട ഒരു കുട്ടി 3 കഴിച്ചാൽ മരിച്ചോ? ഇല്ല. പിന്നെന്തിനാണ് ബാക്കി ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? ഫ്രിഡ്ജിൽ ഇങ്ങനെ കയറ്റി അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്താണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും അസുഖങ്ങൾ ഉണ്ടായത്, ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടായത് ബിമാ കസബത് ഐദിന്നാസ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അഖത്തുൽ ഇനാ, പാത്രങ്ങൾ, കറികൾ, ഭക്ഷണങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പൊതിഞ്ഞു വെക്കണം. വെള്ളപാത്രങ്ങൾ മൂടി വെക്കണം. ഫഇന്ന ഫിസ്സനതി ലൈല, എല്ലാ വർഷത്തിലും ഒരു രാത്രിയുണ്ട്. യൻസിലു ഫീഹാ വബാഉൻ, ആ രാത്രിയിൽ അല്ലാഹു ആകാശത്തിൽ നിന്ന് രോഗങ്ങൾ ഇറക്കും. ലാ യമറു ബിഇനാഇൻ ലൈസ അലൈഹി ഗിത്വാഉൻ, മൂടി വെക്കാത്ത പാത്രങ്ങളിലൊക്കെ ആ മാരക രോഗം ഇറങ്ങും, വെള്ളത്തിന്റെ പാത്രത്തിൽ ഇറങ്ങും. ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാഉ, ആ മാരകമായ അസുഖം മൂടി വെക്കാത്ത എല്ലാ പാത്രങ്ങളിലും ഇറങ്ങും. വർഷത്തിൽ ഒരു തവണ, എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അത് കൊടുത്താൽ നിങ്ങളുടെ മക്കൾ മാരകമായ രോഗമുള്ള രോഗിയായി മാറും, മാരക രോഗിയായി നിങ്ങളുടെ ഭർത്താവ് മാറും. അതുകൊണ്ട് ഇതെല്ലാം മൂടി വെക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അലൈക്കും ബിശിഫാഇൻ, 2 മരുന്നുണ്ട്. ഒന്ന് അൽ അസൽ, തേനാണ്. 2 ഖുർആനാണ്. ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവന് ഒരു പിടി അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും കയ്യിലേക്കൂതി ശരീരമാസകലം തടവിയാൽ മാരകമായ രോഗങ്ങൾ വരൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ബിറബ്ബിൻ നാസും കയ്യിലേക്കൂതി ശരീരമാസകലം 3 തവണ തടവിയാൽ അയാൾക്ക് മാരകമായ അസുഖം വരൂല. അസൽ മൻ ലഅക്കൽ അസല 3 ഗദവാതിൻ ഫീ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും 3 പകലുകളിൽ 3 ദിവസം രാവിലെ എണീറ്റിട്ട് തേനൊരാൾ നക്കിയാൽ മാരകമായ രോഗങ്ങൾ അയാൾക്കുണ്ടാവൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ. 59ആയി, ഞാൻ നിർത്തി. പോരെ, എന്നെ കൊണ്ടതല്ല ചെയ്യാൻ പറ്റും. ഇനി ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ദ്വാരക്കുന്നല്ലേ? മറന്നില്ലല്ലോ. നാട്ടിൽ ബക്കറ്റൊന്നുമില്ലേ? പിരിവൊന്നുമില്ല? അങ്ങനെ ആള് കുറയണ്ട. നാളെ കൊണ്ടുവരട്ടോ. ഇന്നത്തും കൂടി നാളെ കൊണ്ടുവരേതായാലും. ആള് കുറവായതിൽ സംഘാടകർക്ക് വിഷമമുണ്ട്. ഏതായാലും നമുക്ക് പിന്നെ അങ്ങനെ വിഷമമൊന്നുമില്ല. ആള് പിന്നെ വന്നാലും വന്നില്ല, വന്നാൾ എന്തെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ള കോൺസെപ്റ്റാണ് എൻ്റെത്. വന്നാൽ ഉഷാറെ, നമുക്ക് സദസ്സൊക്കെ കാണുമ്പോൾ റാഹത്താണ്. കുറേ വലിയ സദസ്സൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉപകരിക്കുന്ന സദസ്സാവണം. വന്ന എനിക്കും കേട്ട നിങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ദുആ ചെയ്തിട്ട് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, ഞങ്ങളുടെ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കാനുള്ള ഈമാൻ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്നും ഷർറായ ഖദാഇൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. നാടിനും സമുദായത്തിനും ദീനിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്.
ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. പടച്ചവനെ ആഫിയത്തോടെ ഇസ്സത്തോടെ തഖ്വയോടുകൂടിയുള്ള ദീർഘായുസ്സു നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ നാട്ടിലും ഇവിടുത്തെ കുടുംബങ്ങളിലും വീടിലും പ്രവാസികളിലും കച്ചവടത്തിലും ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടുത്തെ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് 2 വീട്ടിലും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ റബ്ബേ. അവരുടെ കൂടെ നാളെ പാരത്രിക ലോകത്ത് ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد